സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. அன்பை பொழிகிறதே ஆனந்த கீற்றே. சடசடனு கண்டெண்டும் தேன் தூவ நனைகிறதே என் படபடனே கை ரெண்டும் சீராட்ட விழுகிறதே நம் தோளில் மாலையே. பச்சை மனது போலிரம் அன்பில் சிவந்து போவதே சற்றே இரண்டு வானிலை உன்னழகை கண்டதுமே மின்னொளி பெறுதே. சொந்தம் ஆக்குண்டா அதுதான் இந்த ஊருடா. எங்க பீச்சு காத்து மேல பட்டா போதுண்டா, உனக்கு நல்ல ராசிடா, இனி நீ சென்னை வாசிடா. பாவா வந்து ஆட்டோல ஏறி பாத்தியா, அண்ணன் சொல்லு நம்ம ஊரோடு வரலாற கேட்டியா. மயிலாப்பூர் ஃபில்டர் காஃபி வாசம் தூக்குதா, மவுண்ட் ரோடு டிராபிக் ஓட இசை நான் கேக்குதா. சான்ஸே இல்ல, இல்ல சான்ஸே இல்ல, நம்ம சென்னை போல வர ஊரே இல்ல. மாமே சான்ஸே இல்ல, இல்ல சான்ஸே இல்ல, நம்ம சென்னை போல வர ஊரே இல்ல. നിന്റെ പാക്കിങ് ഇതുവരെ കഴിഞ്ഞില്ലേടാ? ഞാൻ നേരത്തെ വിളിച്ചപ്പോഴും നീ പാക്ക് ചെയ്യാമെന്നല്ലേ പറഞ്ഞേ. എന്തുവാടാ ഇതിന് മാത്രം ഈ ബാഗിനകത്തൊക്കെ ഇങ്ങനെ വാരിക്കെട്ടി വരാടാ? വെറും ഒരാഴ്ചയിലേ നമ്മൾ പോകുന്നത്. അല്ല, നീ പപ്പയോടും അമ്മയോടും വിളിച്ച് പറഞ്ഞായിരുന്നോ എന്റെ കൂടെ നാട്ടിൽ വരുന്ന കാര്യം? അതൊക്കെ ഫുൾ സെറ്റാ മോനെ നിതിനെ. ഇനി ഇതൊക്കെ ഒന്ന് വാരിക്കെട്ടി വെച്ചാ മതി. അല്ല, നീ പാക്കൊന്നും ചെയ്യുന്നില്ലേ? എന്തുവാടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എടാ, ഇത് നിന്റെ അച്ഛനും അമ്മയ്ക്കും 2 ഡ്രസ്സുണ്ട്, പിന്നെ അവന് കുറച്ച് സാധനങ്ങളുണ്ട്. ഇതൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചതാ. എന്തായാലും നമ്മൾ അവനെ ഇങ്ങോട്ട് തന്നെ വരും. പിന്നെ നിന്റെ കളവമ്പടിയില്ലേ, അയാൾക്കൊരു ഉണ്ടുണ്ട്. ഇനി അയാൾക്കൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് വേണ്ട. എന്തായാലും ഞാൻ അവിടെ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ശേഷം വെള്ളപ്പൊക്കം ആയിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ തുണി കൊടുത്ത് ആദ്യം സോപ്പിട്ടിട്ട് പിന്നെ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരാമെന്നാണ് എൻ്റെ പ്ലാൻ. എങ്ങനെയുണ്ട്? വളരെ നല്ല പ്ലാൻ. അല്ല, അറിഞ്ഞൂടാത്തോട്ടാ ചോദിക്കുന്നത്. സീരിയസ് ആയിട്ട് നിന്റെ പ്ലാൻ എന്താ? എടാ, നീ എന്ത് ചെയ്യാൻ പോവാ? എന്റെ പൊന്ന് ജെറി, ഇത്രയും നാളെ ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോകാത്തതിന്റെ കാര്യം എന്താണെന്ന് നിനക്കറിയാലോ. എനിക്കറിയാം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓരോന്ന് കാണുമ്പോൾ നീ പ്രശ്നം ഉണ്ടാക്കുന്നു. എടാ, എന്നെ പോലെ അല്ല എൻ്റെ വീട്ടുകാർ. ചേട്ടനൊക്കെ, ചേട്ടൻ്റെ ഭാര്യയും ഒക്കെ, അമ്മ ഒക്കെ, അച്ഛനും ഒക്കെ. പക്ഷെ മുത്തശ്ശൻ നീ വിചാരിക്കും പോലെ അല്ലടാ.
എടാ നീ വിചാരിക്കുമ്പോൾ അത്ര ഈസി അല്ല അവനെ അവിടെ നിന്ന് പുറത്തിറക്കുന്ന കാര്യം. അവരൊക്കെ പഴയ ആൾക്കാരാ. നീ പറയുന്ന ഈ മുണന്ന ന്യായങ്ങളൊന്നും അവർക്കത് പിടിക്കത്തില്ല. നിന്റെ പ്ലാൻ എന്താ ആക്ച്വലി ഞാൻ കാര്യമായിട്ടൊരു പ്ലാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അല്ല, എന്താ ചെയ്യേണ്ടതെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ അവനവിടെ നിന്ന് ഇറക്കുന്ന അത്ര ഈസി അല്ലെന്ന് നീ പറയുന്നത് നീ ഇതുവരെ അതിന് ശ്രമിക്കാത്തത് കൊണ്ടാണ്. പിന്നെ നീയല്ല ഞാൻ. പിന്നെ നീ പറഞ്ഞൊക്കെ ശരിയാടാ, അവരൊക്കെ ഓക്കെയാ. അവർ പഴയ ആൾക്കാരാ, ചിലപ്പോൾ അവരൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ അങ്ങനെയല്ല. നീ പറഞ്ഞും കാണിച്ചെന്നും ഒരുപാട് രീതിയിൽ എന്നെ പറഞ്ഞ് നീ എന്നെ അവനെ അഡിക്റ്റ് ആക്കിയത്. എൻ്റെ ഒരു നോക്ക് ഞാൻ ഇതുവരെ അവനെ കണ്ടിട്ടുകൂടിയില്ല. നീ വരരുതെന്ന് പറഞ്ഞു, ഞാൻ നിൻ്റെ നാട്ടിൽ വന്നിട്ടില്ല. നിൻ്റെ കൂടെ അല്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റാത്തതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. എനിക്കതിനും പറ്റും. എന്നിട്ടും ഞാൻ പോയിട്ടില്ല. ഒരു നോക്ക് അവനെ കണ്ടിട്ടില്ല. നിൻ്റെ വീട് എനിക്കറിയാം, നിൻ്റെ അഡ്രസ്സ് എനിക്കറിയാം. ഒരുപക്ഷെ എനിക്ക് എൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നിൻ്റെ നാട്ടിൽ പോയി അവനെ ഒളിച്ചു നിന്നെങ്കിലും കാണാമായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. എന്തിന്? ഞാൻ അവൻ ഇത്രത്തോളം പ്രണയിക്കുന്നത് അവൻ അറിയത്ത പോലുമില്ല. പിന്നെ ഇതുവരെ ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് നീ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അത് നിനക്കും അറിയാം. അവന് പ്രായപൂർത്തിയാവാത്തതുകൊണ്ടാണ്. ഈ 18 വയസ്സെന്നൊക്കെ പറയുന്നത് ചിലർക്ക് കല്യാണം കഴിക്കാനൊരു ലൈസൻസാണ്. പക്ഷെ എനിക്കങ്ങനെയല്ല. എൻ്റെ നിർബന്ധം തന്നെയായിരുന്നു അവന് 20 വയസ്സ് തികയേണ്ടത്. അന്നൗ അത് നടന്നിരിക്കാം. ഇനിയും അവനെ ആ കാരാഗ്രഹത്തിലിട്ട് ദ്രോഹിക്കാനായിട്ട് ഞാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. സോ അതിന് നിൻ്റെ മുത്തശ്ശൻ ജീവിച്ചിരിക്കുമ്പോൾ നിനക്കോ നിൻ്റെ വീട്ടുകാർക്കോ അവനോട് സ്നേഹമുള്ള വേറെ ആർക്കോ പറ്റത്തില്ല. പക്ഷേ എനിക്ക് പറ്റും. കാരണം ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ് ബ്ലഡി ഫുൾ ഗ്രാൻഡ് പാ നിൻ്റെ. അപ്പോൾ എൻ്റെ ഈ പോക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ കയ്യിൽ അവൻ്റെ കൈയും കാണും. അതുകൊണ്ട് എൻ്റെ പൊന്നുമോൻ കൂടുതൽ ആലോചിച്ച് ഈ പൊന്ന് തല ഭക്ഷണാക്കാതെ പോയി ഡ്രസ്സ് പാക്ക് ചെയ്യാൻ നോക്ക് കേട്ടോ. 5:30 കണ്ടല്ലോ ട്രെയിൻ എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഇവിടെ നിന്ന് പോത്തേ ഉള്ളൂ. നാട്ടിൽ പോയിട്ട് വേണം എൻ്റെ ചെക്കനെ എനിക്കൊന്ന് ആദ്യമായിട്ട് നേരെ ചൊവ്വേ കാണാൻ. നിൻ്റെ ഈ പാട്ട ഫോണിൽ കുറേ ഫോട്ടോസ് കാണിച്ചു തന്നാ എൻ്റെ തലയ്ക്ക് പിടിച്ചിരിക്കുന്നത്. ഇനി നേരിട്ട് കാണുമ്പം ഉള്ള കൺട്രോൾ പോവാതിരുന്നാൽ മതിയായിരുന്നു കർത്താവേ. കൺട്രോളും കാണിച്ചിട്ടേ പൊന്നുമാവോട് ചെമ്മി കയറിക്കൊടു. അവന് നിന്നെ അറിയത്തുപോലുമില്ല. ഇങ്ങനെ ഒരാള് അങ്ങ് കണ്ണെത്താ ദൂരത്ത് കിടന്ന് അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെ ഒരാൾ അവനെ രക്ഷിക്കാൻ വരുവാന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ അവനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നോ, പോയിട്ട് നിന്റെ പേര് പോലും അവൻ അറിയത്തില്ല. നിന്നെപ്പോലെ ഒരാൾ ഉണ്ടോന്ന് പോലും അറിയത്തില്ല. പെട്ടെന്ന് ചെയ്ത് കയറിക്കൊണ്ട് കേട്ടോ കൺട്രോൾ കളയാനായിട്ട് നിന്ന് തരും. ഓ പിന്നെ നിന്ന് നിന്നിട്ടല്ലേ ഈ ലോകത്ത് പലതും നടക്കുന്നത്. നീ പോടാ, ഞാൻ പോയൊന്ന് ഫ്രഷ് ആവട്ടെ. സമയം ഇപ്പം തന്നെ 4 മണിയായി. ഇനി 1 മണിക്കൂറൂടെ ഉള്ളൂ. ഫ്രഷായി റെഡി ആയിട്ട് വന്നിട്ട് ബാക്കി കുറച്ച് സാധനങ്ങളോട് വാരി കുത്തി കേട്ടിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണ്ടേ? ഈ ശുഷ്കാന്തി അവിടെ ചെന്നതിന് ശേഷം കണ്ടാ മതി കേട്ടാ. ഒരു പ്ലാനും ഇല്ലാതെ ദൈവമേ പോകുന്നേ. എന്താവോ ഉണ്ടോ? നരകത്തിലും വലിയ നരകത്തിലോട്ടാ പോകാൻ പോകുന്നത്. ഇവന് വല്ല അറിയോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം അറിഞ്ഞും കൊണ്ടല്ലേ അങ്ങോട്ട് വരുന്നത്. അറിയാത്ത പിള്ള ചൊറിയും പറയും. അനു, അച്ഛനെന്താ കിടന്നില്ലേ? അച്ഛനെന്താ ഇവിടെ ഇരിക്കുന്നത്? കിടക്കുന്നില്ല അച്ഛാ? ഓ ഭാഗ്യം, ഞാനിവിടെ ഇരിക്കുന്ന കണ്ടല്ലോ. ഞാൻ നിതിനൊന്നും വരത്തില്ലേ? മോൻ വന്നിട്ട് കിടക്കാം. എനിക്ക് നിതിൻ മോനെ ഒന്ന് കാണണമായിരുന്നു. അവൻ വിളിച്ചോ? എവിടെ എത്തിയെന്ന് മറ്റോ പറഞ്ഞായിരുന്നോടാ? ഓ അപ്പം അതായിരുന്നു അച്ഛ ഇരിക്കുന്നതിൻ്റെ രഹസ്യം. എൻ്റെ പൊന്നച്ഛ, അവൻ ഇനിയും വരാനായിട്ട് 1-2 മണിക്കൂർ എടുക്കും. ഇനി എത്താറൊന്നും ആയിട്ടില്ല. അടുത്ത സ്റ്റേഷനിൽ പോലും എത്തിയിട്ടില്ല. ഞാൻ വിളിച്ചായിരുന്നു. അവൻ മാത്രമല്ലല്ലോ, അവൻ്റെ ഫ്രണ്ടും കൂടെ ഇല്ലേ. അവർ കുറച്ചുകൂടി താമസിക്കുക വെച്ചാ. അച്ഛൻ പോയി കിടന്നോ? എങ്ങനെ അവർ വരുവാണെങ്കിൽ തന്നെ എന്തായാലും എത്തും വെളുപ്പിനെ. അപ്പോഴത്തേനും ഞങ്ങൾ ഇറങ്ങി കഥ പറഞ്ഞു കൊടുത്തോളാം. അച്ഛനിങ്ങനെ അവനെയും കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വന്നു കഴിഞ്ഞാൽ നാളെ കാണാമല്ലോ. അതൊന്നും കുഴപ്പമില്ല, ഞാനിരുന്നോളാം. നീ പോയി കിടക്കാൻ നോക്ക്. അനു നിന്നെക്കാത്തല്ലേ ഇത്ര നേരം ഇരുന്നത്? അവളൊന്നും കഴിച്ചിട്ടില്ല. പോയി അവളുടെ കൂടെ കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്ക്. അച്ഛൻ വന്നോ? അച്ഛൻ ഇത് എവിടെയായിരുന്നു? ഞാൻ വിളിച്ചിട്ട് ഫോൺ കൊടുത്തില്ലല്ലോ. കമ്പനിയിൽ ഇന്ന് പ്രത്യേക മീറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്ന് നിതിൻ വരുന്നതായാലും പറഞ്ഞല്ലേ. അച്ഛന് കുറച്ചുകൂടെ നേരത്തെ വന്നുകൂടായിരുന്നോ? എവിടെ പോയതാ? പ്രത്യേക മീറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 2-3 സൈറ്റ് കാണാനുണ്ടായിരുന്നു. അത് അത്യാവശ്യമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയതാടാ. PA വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു നമുക്കിപ്പോൾ തന്നെ പോയി കാണാം, നാളത്തേക്ക് വെക്കണ്ടെന്ന്. നാളെ എനിക്ക് വേറെ ഒരുപാട് സ്ഥലത്തോട്ട് പോകാനുണ്ട്.
പിന്നെ നിതിനെ വിളിച്ചു നോക്കിയപ്പോൾ നിതിൻ പറഞ്ഞു ലേറ്റ് ആവും വെച്ചാ ഞങ്ങളങ്ങ് എത്താറായിട്ടില്ല. എന്നാ പിന്നെ അച്ഛന് പോകാൻ നേരത്തെ എന്നെ കൂടെ വിളിച്ചുകൂടായിരുന്നോ? നീ നേരത്തെ ഇറങ്ങിയില്ലേ, പിന്നെ നിന്നെ അങ്ങോട്ട് തിരിച്ച് വിളിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അവനുണ്ടായിരുന്നല്ലോ, അതാ പിന്നെ ഞാൻ വിളിക്കാത്ത. അല്ല, മൃദുല മോളവിടെ കിടന്നായിരുന്നു? കിടന്നിട്ടില്ല. അമ്മയ്ക്ക് ചെറിയ തലവേദനയെന്ന് പറഞ്ഞപ്പോൾ അമ്മ അവള് റൂമിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അച്ഛൻ വന്നിട്ടേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. അച്ഛൻ എന്നിട്ട് വിളിച്ച് പോയി കഴിക്കാൻ നോക്ക്. പിന്നെ അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാനേതായാലും കഴിച്ചു. ഞാനെന്നാ കിടക്കാൻ പോച്ചാ. അച്ഛനേതായാലും അമ്മയെ വിളിച്ച് കഴിക്കാൻ നോക്ക്. നവി മോനെ, നീ ആ അടുക്കളയിലോട്ട് പോവാണെങ്കിൽ ആ നശൂലം പിടിച്ചവനോട് ഇങ്ങോട്ട് വരാൻ പറ. പിള്ളേർ വരുന്നവരെ തണുപ്പത്ത് കാലൊക്കെ മരവിച്ചിരിക്കുക. അവൻ വന്നിട്ട് തടവി തന്നാൽ കുറച്ചുകൂടി ഉഷാറാവും. എൻ്റെ ചെറുക്കം വരുന്നതല്ലേ, അവൻ്റെ കൂട്ടുകാരനും കൊച്ചിനും കൂടെ ഉള്ളതല്ലേ, സാധനങ്ങളൊക്കെ എടുക്കാൻ രാത്രി ആരെങ്കിലും വേണ്ടേ. ഏതായാലും ഞാൻ കിടക്കാൻ പോകുന്നില്ല, അപ്പോൾ പിന്നെ അവൻ കൂടെ ഇരിക്കട്ടെ എൻ്റെ കൂടെ. നീ അങ്ങോട്ട് പോവാണെങ്കിൽ ആ ചെറുക്കനോട് വരാൻ പറ. മുത്തശ്ശ, ഞാൻ വേണമെങ്കിൽ കാല് തിരുമ്പി തരാം. അവനൊട്ടും വയ്യ മുത്തശ്ശ. ഇന്നലെ തൊട്ടേ ഉള്ള ജോലിയെല്ലാം ചെയ്തിട്ട് ആകെ നിൽക്കാൻ പോലും വയ്യ. അവര് വരുവാന്നും പറഞ്ഞ് നിധി വരുന്ന കാര്യമായതുകൊണ്ട് മുത്തശ്ശൻ ഈ വീട് മുഴുവൻ അവനെ കൊണ്ട് ക്ലീൻ ആക്കിപ്പിച്ചില്ലേ. അവൻ്റെ റൂം മാത്രം ക്ലീൻ ആക്കിയാൽ മതിയായിരുന്നല്ലോ. ഇതിപ്പോൾ വീട് മൊത്തം ക്ലീൻ ആക്കിപ്പിച്ചു. പോരാഞ്ഞിട്ട് മെനങ്ങാൻ അവന് ചെറിയൊരു പനിയും ഉണ്ടായിരുന്നു. അതിൻ്റെ ക്ഷീണമൊക്കെ മുഖത്ത് കാണാനും ഉണ്ട്. അവൻ പോയി കിടന്നോട്ടെ മുത്തശ്ശ, ഞാൻ ഇരുന്നോളാം മുത്തശ്ശൻ്റെ കൂടെ നിതിൻ വരുന്നവരെ. നവീനെ, ഞാൻ മോനോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, അവൻ്റെ കാര്യത്തിൽ തർക്കിക്കാനായിട്ട് നിങ്ങൾ ആരും എൻ്റെ അടുത്ത് നിൽക്കരുതെന്ന്. അവനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വളർത്തി ഇത്രയാക്കിയത് എൻ്റെ കാര്യങ്ങൾ നോക്കാനും എൻ്റെ കാര്യങ്ങൾ ചെയ്തു തരാനും വേണ്ടിയിട്ടാണ്. അതെ, അവൻ എനിക്ക് വേലക്കാരൻ തന്നെയാണ്. അപ്പോൾ പിന്നെ നാളെ ഓഫീസിൽ പോകാനുള്ള നീ എന്തിനാ ഉറക്കം എഴുന്നേറ്റിരിക്കുന്നേ? അതിനു വേണ്ടിയല്ലേ അവനെ ഞാൻ തിന്നാൻ കൊടുത്ത് വളർത്തി വലുതാക്കി വെച്ചിരിക്കുന്നേ. അവൻ വന്നിരിക്കട്ടെ. പിന്നെ മെനങ്ങാന്ന് പനിയായിരുന്നെന്നും പറഞ്ഞുകൊണ്ടും 2-3 റൂം വൃത്തിയാക്കിയെന്നും പറഞ്ഞുകൊണ്ട് അവൻ മരിച്ചൊന്നും പോകത്തില്ലല്ലോ. ആരോഗ്യമുള്ളൊരു ചെറുക്കം തന്നെയല്ലേ. ഇങ്ങോട്ട് വിളിച്ചോണ്ടോ. 10-20 വയസ്സായില്ലേ. വെറുതെ അങ്ങ് തിന്നു മൂട്ടി വീട്ടിൽ ഇരിക്കാൻ പറ്റത്തൊന്നുമില്ല. ജോലി ചെയ്താൽ മാത്രമേ തിന്നാൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നീ പോയി അവനോട് ഇങ്ങോട്ട് വരാൻ പറ. എടാ ശ്യാമേ, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ല്, അവളെയും വിളിച്ചുകൊണ്ട് പോയി കൊല്ലം കഴിച്ചിട്ട്. അല്ല അച്ഛാ, ഞാൻ കഴിച്ചോളാം. അച്ഛാ, അവൻ പറഞ്ഞ ശരിയല്ലേ, അവന് വയ്യാത്തല്ലായിരുന്നോ? പനിയില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല അച്ഛാ. ഈ തണുപ്പത്തവ ഇവിടെ വന്നിരുന്ന തണുപ്പടിച്ച് വീണ്ടും വയ്യാണ്ടാവത്തില്ലേ? നാളെ അവരൊക്കെ വരുമ്പോൾ ഇവിടെ പല കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യേണ്ട അവനല്ലേ അച്ഛാ. അവൻ പോയി കിടന്നോട്ടെ. എന്തായാലും എനിക്ക് നാളെ താമസിച്ച് പോയാൽ മതി. ഞാനിരിക്കാം അച്ഛൻ്റെ കൂടെ. ശ്യാമേ, ഞാനൊരു കാര്യം പറഞ്ഞു. നിന്നോട്, നിന്റെ മക്കളോടും ഈ വീട്ടിലെ സഹലരോടും ജോലിക്കാരോട് വരെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അവനെ ഞാൻ എന്തിനെങ്കിലും വിളിക്കുമ്പോൾ അതിന് വേറൊരാൾ കയറി വരരുതെന്ന്. അവൻ എന്തിനാണോ ഞാൻ വളർത്തി വലുതാക്കിയത് അതെല്ലാം അവൻ ചെയ്തേ പറ്റൂ. അവൻ വേലക്കാരനാണ്, അതും എൻ്റെ അടിമ. അതിവിടെ അവൻ അനുഭവിച്ച് തീർക്കേണ്ട ജീവിതം തന്നെയാണ്. അതവൻ ചെയ്തേ പറ്റൂ. നീ പോകത്ത് അനുവിനെ വിളിച്ച് വല്ലതും കഴിക്കാൻ കൊടുക്കും. നവീനെ, നീ ചെന്നാൽ ചെറുക്കനോട് ഇങ്ങോട്ട് വരാൻ പറ. വീട്ടിലുള്ള എല്ലാവരെയും മയക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അവൻ്റെ കുറെ നിഷ്കളങ്കത കാണിച്ച് കള്ളക്കുരു. അവൻ്റെ അസുഖം ഞാൻ നിർത്തി കൊടുക്കാം. നീ ചെന്ന് വരാൻ പറ. അല്ല, അത് മുത്തശ്ശ. നവി, മോനെ ചെല്ല്, പോയി നന്ദൂനെ വിളി. ചെല്ല്. മൃദുലേച്ചി, ഞാൻ കഴിവാം. ചേച്ചി പോയി കിടന്നോ. ഇനി ചേച്ചി ഇത് ചെയ്യുന്നണ്ട മുത്തശ്ശൻ എന്നെ ചീത്ത പറയും. പൊക്കോ. ഇത് ഒറ്റ വീക്കങ്ങ് വെച്ചെന്നുണ്ടല്ലോ നന്ദു. എൻ്റെ വാങ്ങി നീ ഒന്നും കേൾക്കരുത്. എന്നെ കൂടെ ചീത്ത പറയാനായിട്ട് പട്ടക്കളവൻ വരട്ടെ, ഞാൻ നിന്ന് കൊടുക്കാം. പിന്നെ ഞാനേ എൻ്റെ ഭർത്താവിനെ കെട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നേ. അയാളെ കെട്ടിയിട്ടല്ല. അത്ര നാളോട്ട് സഹിക്കുന്നു. നീ പോയേ. നിനക്ക് മെന്നാന്നോട്ടെ പനിയല്ലായിരുന്നു നന്ദു. നീ പോയി കിടക്കാൻ നോക്ക്. നാളെ ഇനിയിപ്പോൾ നിനക്ക് 100 വട്ടം പണിയായിരിക്കും കിളവൻ തലയിൽ വെച്ച് തരാൻ പോകുന്നത്. ഞാൻ ഇതൊക്കെ ചെയ്തോളാം. ചെല്ലേ. എൻ്റെ മൃദുലേച്ചി, അതൊക്കെ എൻ്റെ കടമയല്ലേ. നമ്മൾ ഒരിടത്ത് നിൽക്കുമ്പോൾ അതും ജോലിക്കൊന്നും പോവാണ്ട് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാം ചെയ്യണ്ടേ മൃദുലേച്ചി. എന്തിനാ മൃദുലേച്ചി ഇത്ര ഒരുക്കങ്ങളൊക്കെ എടുക്കുന്നത്? എത്ര റൂമാണ് ഞാൻ ഇന്ന് വൃത്തിയാക്കിയ. ഈ വീട് മുഴുവൻ എന്നെ കൊണ്ട് വൃത്തിയാക്കിപ്പിച്ചു. സാധാരണ നിതിൻ ചേട്ടൻ വരുമ്പോൾ ചേട്ടൻ്റെ റൂം മാത്രമല്ലേ വൃത്തിയാക്കാറുള്ളൂ. ഇത് പിന്നെ എന്തിനാ ഈ വീട് മുഴുവൻ വൃത്തിയാക്കിയ. പറമ്പും മുറ്റവും ഒക്കെ അടിപ്പിച്ചു. എനിക്ക് നടു നോക്കാൻ വയ്യ. എന്തിനാ ഇങ്ങനെ വൃത്തിയാക്കിയേ? വേറെന്ത്, അങ്ങേർക്ക് പ്രാന്ത്, അല്ലാതൊന്നുമില്ല. എൻ്റെ പൊന്ന് നന്ദൂസേ,
നിതിൻ്റെ കൂടെ നിതിൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. ജെറീന്നോ ജോണെന്നോ മറ്റോ എന്താ പേര്. അവര് കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ഈ ജെറീനെ ഇവിടെ പറഞ്ഞ് എല്ലാവർക്കും അറിയത്തുള്ളൂ. അല്ലാണ്ട് നിനക്കറിയാൻ വഴി കാണത്തില്ല, പക്ഷെ ഞങ്ങൾക്കൊക്കെ അറിയാം, ഈ മുത്തശ്ശനും അറിയാം. അല്ലാണ്ട് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. വരാനായിട്ട് ഒരു സിറ്റുവേഷൻ കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ജെറി വരാമെന്ന് പറയുന്നുണ്ടെങ്കിലും ജെറി പറഞ്ഞു വെച്ചിട്ട് ജെറീനെ കൊണ്ടുവരാത്തത് നിതിന. അങ്ങനെ ഒരു അവതാരവും കൂടെ നിതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഈ വീട് മുഴുവൻ, ഈ പറമ്പ് മുഴുവൻ നിന്നെ കൊണ്ട് വൃത്തിയാക്കിപ്പിച്ച. അതിൻ്റെ കാര്യം മാറുന്നുമല്ല. ഈ ജെറി എന്ന് പറയുന്നത് കോട്ടയത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാൻ്റെ മോനാണ്. അവർ ഭയങ്കര റിച്ചാണ്. അങ്ങേരിക്കാണെങ്കിൽ ഈ ഒരു ഒറ്റ മോനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന അവരെ വീടും സ്ഥലവും ഒക്കെ ഭയങ്കര റിച്ചല്ലേ, അപ്പം നമ്മളിവിടെ വന്നിട്ട് അതൊരു കുറച്ചിലാവണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നിന്നെ കൊണ്ട് തൂണ് തൊട്ട് തുരുമ്പ് വരെ വൃത്തിയാക്കിപ്പിച്ചത്. അല്ലാതെ വേറൊന്നുമല്ല. പക്ഷേ ഈ ജെറി ഒരു പാവമാണ്, ആ ഒരു ശുദ്ധനാണ്. ഇത്രയും കാശും പണം ഉണ്ടെന്നുള്ള അഹങ്കാരമൊന്നും ഈ ജെറിക്കില്ല കേട്ടോ. ആ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, വീഡിയോ കോളിൽ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഭയങ്കര പാവമാണ്. ഇടയ്ക്കിപ്പോൾ നിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് നീ ഇവിടെ ഇല്ലായിരുന്നു. അന്ന് നീ നവീനേട്ടൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോയില്ലേ പനിയായിട്ട്? അന്നാ ചോദിച്ചത്. നീ ഇവിടെ ഇല്ലാത്തോട്ട് കാണിച്ചു കൊടുക്കാനും പറ്റിയില്ല. പിന്നെ കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ നീ വന്നിട്ട് വിളിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. നേരിട്ട് വരുമ്പോൾ കണ്ടോളാന്ന് പറഞ്ഞു. പിന്നെ അതാ വിളിക്കാത്തത്. നീ ഏതായാലും പോയി കിടക്ക്, ഗുളികയും കഴിച്ചിട്ട്. രാവിലെ വിളി വരും, എടാ നാശമേ എണീക്ക് പാത്രം കഴുകണമെന്നും പറഞ്ഞു. ഓ എൻ്റെ മൃദുലേച്ചി, മുത്തശ്ശൻ കേൾക്കണ്ട. എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ ഞാനും ഈ വെറുതെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ഇഷ്ടപ്പെടാം? വെറുതെ ഓസിന് ഫുഡും കഴിച്ച് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം വേണ്ടേ? ഞാനിവിടെ വന്ന നാളോട്ട് ചെയ്യുന്നതല്ലേ, എനിക്കിതൊന്നും പുതുമയല്ല. എത്രയോ രാത്രി പനി വന്നിട്ടുണ്ട്. മൃദു, എന്താ എടി കഴിഞ്ഞായിരുന്നോ ജോലിയൊക്കെ? നീ കിടന്നില്ലേടാ? നീ പോയി കിടക്കാത്തെന്താടാ? നീ കിടന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാ ഞാൻ വന്നത്. നിന്നെ മുത്തശ്ശൻ വിളിക്കുന്നുണ്ട്. എന്തിനാന്നറിയത്തില്ല, കാല് തടവാനോ എന്തിനാന്നാ പറഞ്ഞേ. കാല് ഭയങ്കര വേദനയാ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഏതെല്ലാം അങ്ങോട്ട് ചെല്ല്. അല്ല, അതെന്താ നവീൻ അങ്ങോട്ട് ചെയ്താ? നവീന്റെ മുത്തശ്ശനല്ലേ, അവൻ എന്തിനാ ചെയ്യുന്നേ? അവന് 2 ദിവസം മുമ്പല്ലേ പനി വന്നത്, ഇതുവരെ മാറിയിട്ട് പോലുമില്ല. ഇന്നാണെങ്കിൽ വീട് മുഴുവനും കണ്ടം മുഴുവൻ കൊല്ലം അല്ല ലോകം മുഴുവൻ ആ ചെറുക്കനെ കൊണ്ട് വൃത്തിയാക്കിപ്പിച്ചിട്ട് അവന് നേരെ നിൽക്കാൻ വയ്യ. ഇപ്പൊ തന്നെ മുത്തശ്ശനെ പിടിച്ചിട്ട് എന്നെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞോട് ചോദിച്ചുകൊണ്ട് വന്നതാ. ഇത് നേരത്താണ് അവൻ ചെക്കനെ ഇവിടെ പിടിച്ചെടുത്ത് സംസാരിച്ചു വിളിക്കാൻ തോന്നിയത്. അല്ല, നിങ്ങൾക്കൊക്കെ ചെയ്തു കൊടുത്താലെന്താ? എല്ലാത്തിനും തോട്ടനെ പിടിച്ചാണ് അവനെ കടന്ന് വിളിക്കുന്നത്. അതൊന്ന് നേരെ നിന്ന് ഒടിഞ്ഞു വീഴും. ആ ഗതിയായി. എന്റെ പൊന്നു മൃദു, ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ? പറഞ്ഞിട്ട് കേൾക്കാത്തണ്ടല്ലേ? ഞാൻ പറഞ്ഞതാ ഞാൻ ചെയ്തു തരാമെന്ന്. ആര് കേൾക്കാനാ? അവനെ തന്നെ വേണമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഒച്ചെടുക്കുക. പിന്നെ അച്ഛനെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഇല്ലെങ്കിൽ ഇനി അത് മതി. നിനക്കറിയാലോ, മുത്തശ്ശനെ എതിർക്കാൻ ഞങ്ങൾക്കാർക്കും പറ്റത്തില്ല. നന്ദുവിൻ്റെ വിധി ഇതാ. അതവ ഇങ്ങനെ അനുഭവിച്ച് തീർത്തേ പറ്റൂ. ഇനി എങ്ങാനും അവനോട് രക്ഷപ്പെടണമെങ്കിൽ അതിന് ദൈവം തമ്പുരാൻ വിചാരിക്കണം. അല്ലാതെ ഈ വീട്ടുകാർക്കാർക്കും അത് ചെയ്യാൻ പറ്റത്തില്ല. നീ എല്ലാം കഴിഞ്ഞെങ്കിൽ വരാൻ നോക്ക്. നന്ദു, മോൻ അങ്ങോട്ട് ചെല്ല്. ഇല്ലെങ്കിൽ ഇനി അത് മതി, അതിനും കൂടെ കിട്ടും. നവീനേട്ടാ, മൃദുലേച്ചി, രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. എന്തൊരു കഷ്ടമായത് നാശം പിടിക്കാനായിട്ട്. ദേ നവീനെ, ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞതാ നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറാന്ന്. അപ്പൊ ഇതൊന്നും കാണണ്ടല്ലോ, ആ ചെറുക്കനായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. പോകുമ്പോ അവനെ കൂടെ കൊണ്ടുപോവാ. അയാൾ എന്തോന്ന് വെച്ചാൽ ചെയ്യട്ടെ. നിന്റെ മുത്തച്ഛനൊക്കെ തന്നെയാ എന്ന് വെച്ചൊരു പാവത്തിന് ഇങ്ങനെ ഇട്ട് ഇത്രയൊന്നും പറഞ്ഞാൽ കണ്ടില്ല എന്ന് നടിക്കുന്നേ. നിങ്ങളെ കൊണ്ടൊന്നും ഒന്നിനും പറ്റുന്നില്ലല്ലോ നവീനെ. എനിക്ക് നിന്റെ അടുത്ത് വെറും പുച്ഛവാ. ഒരു പാവത്തിന് ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കുന്ന കണ്ടാലും ഒന്നും പറയാതെ ഒന്നും മിണ്ടാതെ വെറും പഴം വിഴുങ്ങിയപ്പോൾ നിന്നോണം മോറങ്ങോട്ടും. എടി, ഞാൻ പറയുന്നത് കേക്ക്. എടി, കുഞ്ഞിനെ തൊട്ട് ഞങ്ങൾ ആരും മുത്തശ്ശനെ എതിർത്തിട്ടില്ല, എതിർക്കാൻ ശ്രമിച്ചിട്ടുമില്ല. പിന്നെ പറയാതിരുന്നിട്ടില്ല നീ പറയരുത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടടി. നീ പറയുന്ന പോലെ എനിക്ക് മുത്തശ്ശനൊക്കെ ഒരു അടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, അതെന്നെ മുത്തശ്ശനായി പോയില്ലേ. ഞാനും അച്ഛനും അമ്മയും നിതിനും ഒക്കെ നിസ്സഹായരാ. ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലടി. അതാ ഞാൻ പറഞ്ഞേ. ഇനി അവനെ ഇവിടെ നിന്ന് ആരെങ്കിലും രക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ അത് ദൈവം തമ്പുരാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ മുത്തശ്ശൻ മരിക്കുന്ന അടുത്തോളം കാലം അവൻ ഇവിടുത്തെ അടിമ തന്നെ ആയിരിക്കും.
ആ അത് ശരിയാ, അതിനാ ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കുന്നത്. അങ്ങേരൊന്ന് തട്ടിപ്പോവാനായിട്ട്. പറയുന്നോട്ടൊന്നും തോന്നരുത്, എനിക്കുണ്ട് മുത്തശ്ശൻ. പക്ഷെ ഇതുപോലൊരു നരഭൂജിയില്ല. ഞാൻ ഈ വെള്ളം അങ്ങോട്ട് കൊടുത്തിട്ട് വരട്ടെ. അപ്പൊ ഇന്നും ചെവി തല കേൾക്കാൻ പറ്റത്തില്ലെന്നർത്ഥം ബെഡ്റൂമില്. ഈ മുത്തശ്ശനെ കൊണ്ട് എനിക്കാണല്ലോ ദൈവമേ സമാധാനം ഇല്ലാത്തത്. അവക്കാണെങ്കിൽ ഒട്ടും പറഞ്ഞാലും മനസ്സിലാവത്തില്ല. ഞാനിനി എന്ത് ചെയ്യാനാ? എന്റെ അവസ്ഥ എന്താ ഇവള് ചിന്തിക്കാത്തത്? നമ്മൾ ആരെങ്കിലും പറഞ്ഞ കേൾക്കുന്ന ഒരാളാണെങ്കിൽ ശരി, പറഞ്ഞ് മനസ്സിലാക്കാന്നുണ്ട്. ഇതിപ്പോ അച്ഛനും അമ്മയും എതിർക്കാത്ത ഒരാളെ ഞാൻ എങ്ങനെ എതിർക്കുന്നേ? ആരോട് പറയാൻ? അവക്കിതൊന്നും അറിയണ്ടല്ലോ. ആ വന്നോ? ഇത്ര നേരം അകത്ത് എന്തോ ആയിരുന്നു? തിന്നുമായിരുന്നു അല്ലേ? എനിക്ക് തോന്നി 4 നേരം ഇങ്ങനെ മൂക്കുമുട്ടം വെട്ടി കയറ്റാൻ മാത്രമല്ലേ നിന്നെ കൊണ്ട് അറിയാവൂ. അല്ലാതെ മനുഷ്യന് ഉപകാരമുള്ള ഒരു കാര്യം ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ അല്ലേ? ഈ വീട്ടിലുള്ള ബാക്കി എല്ലാരെയും കണ്ണും കൈയും കാണിച്ച് കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്റെ അടുത്ത് നോക്കത്തില്ല. നിന്റെ കള്ളത്തരവും നിന്റെ ഈ പാവം നടിച്ചുള്ള അഭിനയമൊക്കെ ഈ വീട്ടിലുള്ള ബാക്കിയുള്ളവരോട് നടക്കും. അത് ഞാൻ ശങ്കരപ്രസാദ് കാണത്തില്ല കേട്ടോ. കുറച്ച് ചൂടുവെള്ളം എടുത്തോണ്ട് എന്റെ കാലി പിടിച്ചതാ. തണുപ്പാ. നിതിൻ കുഞ്ഞു വരുന്നവരെ ഇവിടെ ഇരിക്കണം, എന്റെ ഒപ്പം കാണണം കേട്ടല്ലോ. എനിക്ക് കാലുവേദന എടുത്തിട്ടിരിക്കാൻ വയ്യ. കാലില് കുറച്ച് മുറിവെണ്ണയോ അല്ലെങ്കിൽ വല്ല കുഴമ്പോ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് ഇട്ട് തരാൻ നോക്കും. എന്റെ മുറി കാണും എണ്ണയും തൈലും ഒക്കെ. ചെല്ല്, പെട്ടെന്നാവട്ടെ. എവിടെയായിരുന്നു? അത് മുത്തശ്ശ അടുക്കളയില് മൃദുലേച്ചിയുടെ അടുത്ത്. എന്റെ വീട്ടിലെ എച്ചില് തിന്നുന്ന നീ എങ്ങനെയാടാ എന്റെ ചെറുമോന്റെ ഭാര്യനെ ഏച്ചിന്ന് വിളിക്കുന്നേ? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒന്നീ മേഡം അല്ലെങ്കിൽ ഒന്നും വിളിക്കരുത്. തല കുനിച്ച് നിൽക്കണം അവളെ കാണുമ്പോ. മൃദുലേച്ചി നിന്റെ മടിയിരുത്തിയാണോടാ അവക്ക് മൃദുലേച്ചി എന്ന് പേരിട്ടത്? അവന്റെ ഒരു മൃദുലേച്ചി. ഇനി മേല നിന്റെ വായിന്ന് അങ്ങനെ വന്ന നന്ദു, ഇതാ ചൂടുവെള്ളം. ഇത് കുടിക്കാനുള്ളതാ. പിന്നെ ഈ കാലിലോട്ട് പിടിക്കാനുള്ളത് ഞാനവിടെ അടുപ്പിൽ കാച്ചിയിട്ടിട്ടുണ്ട്. അതിന്റെ ചൂടൊന്നും അറിയിട്ടില്ല. നീ അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ചൂടാക്കണ്ട. അതിനെ കൊണ്ടു നീ കാലിൽ പിടിച്ചു കൊടുത്താൽ മതി. പിന്നെ മുത്തശ്ശനോട് എന്നെ ആരെന്ത് വിളിക്കണമെന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. ഇപ്പോ അവനെന്നെ ഏച്ചിന്ന് വിളിക്കുന്ന എനിക്ക് ഇഷ്ടമാണെങ്കിൽ അവൻ വിളിച്ചോട്ടെ. മുത്തശ്ശന്റെ അടിമയോ മുത്തശ്ശന്റെ വേലക്കാരനോ ഒക്കെ ആയിരിക്കാം അവൻ. പക്ഷെ അത് മുത്തശ്ശന്റെ കാര്യങ്ങളിൽ മാത്രമായിരിക്കണം. അല്ലാതെ എൻ്റെ തലയിലും എൻ്റെ മേലിലും കൂടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. അവൻ എന്നെ അങ്ങനെ വിളിക്കുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ഇനി മുത്തശ്ശൻ എന്താ? മുത്തശ്ശൻ അവൻ തമ്പുരാനെന്നോ മുത്തശ്ശനെന്നോ അല്ലെങ്കിൽ സാറെന്നോ എന്ത് വേണോ വിളിച്ചോ. പക്ഷെ എന്നെ അവൻ മൃദുലേച്ചിന്ന് തന്നെ വിളിക്കും. കാരണം അവൻ എനിക്ക് അനിയനാ. അനിയൻ തന്നെയാ. നിതിൻ എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്ക് അവനും. ഇക്കാര്യം ഞാൻ ഒരുപാട് പ്രാവശ്യം മുത്തശ്ശൻ്റെ അടുത്ത് പറഞ്ഞതാ. എന്നിട്ടും വീണ്ടും മുത്തശ്ശൻ പഴയതുപോലെ തന്നെ എപ്പോഴും ബിഹേവ് ചെയ്യുന്നത്. ആൻഡ് അഗെയിൻ ഞാൻ വീണ്ടും പറയാം, ഇനി ഇക്കാര്യത്തിന് അവനെ വഴക്ക് പറയരുത്. ഞാൻ പറഞ്ഞിട്ട് അവൻ എന്നെ അങ്ങനെ വിളിക്കുന്നത്. എൻ്റെ മരണം വരെ, അല്ലെങ്കിൽ അവൻ ഇവിടെ നിന്ന് പോകുന്നിടം വരെ, എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഞാനും അവൻ ഒരുമിച്ചുള്ളിടത്തോളം കാലം അവൻ എന്നെ അങ്ങനെ തന്നെ വിളിക്കും. ഞാൻ അവന് ചേച്ചിയും അവൻ എനിക്ക് അനിയനും തന്നെ ആയിരിക്കും. ഇല്ല, എനിക്ക് പ്രശ്നമല്ല. ഞാൻ മാഡം എന്ന് എന്നെ വിളിച്ചോളാം. ഞാൻ പോയി ചൂടുവെള്ളം എടുത്തിട്ട് വരാം മുത്തശ്ശ. കേട്ടല്ലോ മൃദുല മോളെ, അവന് കുഴപ്പമൊന്നുമില്ല. അപ്പോ അവൻ വീട്ടിന്റെ നിയമങ്ങൾ അനുസരിച്ച് മാഡം എന്ന് എന്നെ വിളിച്ചോട്ടെ. മോളത് കേട്ടില്ല എന്നങ്ങ് നടിച്ചാ മതി. അങ്ങനെ ഈ വീട്ടിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ഞാൻ അടിമയൊന്നും അല്ലല്ലോ. ഞാൻ കല്യാണം കഴിച്ചൊരു ഭർത്താവുണ്ട് എനിക്ക്. അയാളെ മാത്രം ബോധിപ്പിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു ധാരണ. അതുകൊണ്ട് അവൻ എന്നെ മേഡം ഒന്നും വിളിക്കില്ല മുത്തശ്ശ. നിങ്ങളെ ഞാൻ മുത്തശ്ശ എന്ന് വിളിക്കുന്നത് അതെൻ്റെ ഭർത്താവിൻ്റെ മുത്തശ്ശനായതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ പേഴ്സണലി എനിക്ക് നിങ്ങളുടെ അടുത്ത് യാതൊരു ബഹുമാനവും ഉണ്ടായിരുന്നു. പക്ഷെ പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പൊട്ടനും അന്തനും അല്ലെങ്കിൽ ബദിരനൊന്നുമല്ലല്ലോ അല്ലേ? എന്നാ മുത്തശ്ശൻ ഇരുന്നു. ശരിന്നാ. ആർക്കോ പിഴച്ചുണ്ടായ സന്തതി കാരണം വീട്ടിലെല്ലാരും എന്നെ എതിർത്ത് സംസാരിക്കാൻ വരെ ആയിരിക്കാം.
അവന് വേണ്ടിയാ ഇപ്പൊ എല്ലാരും എൻ്റെ മുമ്പ് ശബ്ദം ഉയർത്തുന്നത്. ഇല്ലെങ്കിൽ വെറ്റകളൊന്നും എൻ്റെ മുമ്പ് മിണ്ടത്തില്ലായിരുന്നു. മോനും ചെറുമോനും ചെറുമോന്റെ ഭാര്യയും മരുമോളും എല്ലാരും ഇപ്പൊ എൻ്റെ അടുത്ത് ഉച്ചത്തിൽ സംസാരിക്കുന്ന ആ നാശത്തിന് വേണ്ടിയാ. ആ നാശൂലത്തിന് വിഷം കൊടുത്ത് കൊല്ലേണ്ടായിരുന്നു കൊണ്ടുവന്നപ്പോഴേ. വെറുതെ ഇട്ട് വളർത്തി. ഉണ്ട ചോറിന് നന്ദി കാണിക്കാൻ ഒരു നായയെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാ വളർത്തിയത്. ആ നായയ്ക്ക് വക്കാനത്ത് പിടിക്കാൻ യജമാനന്മാരെ എന്നെ നിന്നാ പിന്നെ എന്നാ ചെയ്യാനാ? മോശം. അതിന് അന്നാ തോട്ടിന്നും തുടിയിന്നും എടുത്തോണ്ട് വരണ്ടായിരുന്നു. അടിമയായിട്ട് ഒരുത്തനുണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ടാ ആരോ കളഞ്ഞിട്ട് പോയി തോട്ടിൽ ഉറുമ്പും കയറി കിടന്നവനെ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നത്. ഇതിപ്പോ അവൻ രാജാവും ഞാൻ അടിമയാവേണ്ട അവസ്ഥയാ. നാശം. കലികാലം അല്ലാതെ എന്താ. ഉണ്ടച്ചോറിന് തന്നിയില്ലാതെ മൂക്കൻ തിരിച്ചു കൊത്തൂന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. ഏതായാലും എൻ്റെ മരുമകളോ എൻ്റെ ചെറുമകൻ്റെ ഭാര്യയോ എൻ്റെ ചെറുമകനോ അല്ലെങ്കിൽ എൻ്റെ മകനോ ഒന്നും എന്നെ ഇതുവരെ എതിർത്തിട്ടില്ല. അങ്ങനെ എതിർത്തിരുന്നെങ്കിൽ അവരെന്നെ അവനിവിടെ നിന്ന് മാറ്റിയെന്നെ. എനിക്കറിയാം, ഞാൻ ഒഴികെ എല്ലാവർക്കും അവനോട് കൂറാം. അതവൻ അഭിനയിച്ച് കൂറ് പറ്റിയതുവാ. അതൊക്കെ ഞാൻ ഒരു ദിവസം നിർത്തി കൊടുക്കുന്നുണ്ട്. നാശം. ഇനി ആരൊക്കെ അവൻ്റെ അഭിനയത്തിൽ വീണാലും ഞാൻ വിടില്ല. ഈ ശങ്കർ പ്രസാദിനെ അവൻ എന്ന് എൻ്റെ വേലക്കാരനോ അടിമയോ. മുത്തശ്ശ, ഞാൻ ചൂട് പിടിക്കാൻ വെള്ളം കൊണ്ടുവന്നു. ചൂട് പിടിച്ചു തരട്ടെ? പിടിച്ചോ പിടിച്ചോ. പിടിക്കുന്നതൊക്കെ കൊള്ളാം. തിളച്ച ചൂടോ കണ്ടോ മറ്റോ ആണെങ്കിൽ ആ വെള്ളമെല്ലാം നിന്റെ തലവഴി ഞാൻ എടുത്ത് ഒഴിക്കും. കേട്ടല്ലോ? കേട്ടു. തിളച്ച ചൂടല്ല, നല്ല ആറിയിട്ടുണ്ട്. ചെറിയ ചൂടേ ഉള്ളൂ. ഈ ചൂട് കാലിന് പിടിക്കാനാ. ആവാതിരുന്നാ നിനക്ക് കൊള്ളാം. കാല് പിടിക്കാൻ നോക്ക്. ഇരുന്ന് ഉറങ്ങരുത്. 1.5 മണിക്കൂറോടെ കഴിഞ്ഞാ പിള്ളേരിങ്ങെത്തും. അവരെ സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വെക്കാനുള്ളതാ, മുറിയൊക്കെ വിരിച്ചു കൊടുക്കാനുള്ളതാ. അതിനാ നിന്നെ പിടിച്ച് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്, അല്ലാതെ കാണാനല്ല. കേട്ടല്ലോ? തുടങ്ങിക്കോ തടവാനായിട്ട്. ഞാൻ പറഞ്ഞു, ഉറങ്ങരുത്. ഉറങ്ങിയാൽ ഞാൻ ഇവിടെ നിന്ന് ചവിട്ടി അങ്ങോട്ട് എറിയും. കേട്ടല്ലോ? നാശം പിടിച്ചത്. നിന്നോട് ഞാൻ പറഞ്ഞില്ലേടാ, കാതി കൂടെ ചൂടുവെള്ളം വീത്തരുത്, ഉറങ്ങരുതെന്ന്. സോറി മുത്തശ്ശ, ഞങ്ങൾക്ക് അറിയാതെ ഉറങ്ങിപ്പോയതാ. സത്യമായിട്ട് അറിഞ്ഞുകൊണ്ടല്ല. ഇന്നലെ വയ്യായിരുന്നല്ലോ, അതിന്റെ ക്ഷീണത്തിലാ. ഇന്നലെ അല്ല, നിനക്കെന്നാ വയ്യായിക ഇല്ലാത്ത? എന്ന് നോക്കിയാലും കൊള്ളാത്തീനവും പിടിച്ച് ഏതെങ്കിലും മൂലയിൽ കയറി ഇരിക്കും, വീട്ടിലെ പണികളൊന്നും ചെയ്യാണ്ട്. ഓസിന് 3 നേരം വെട്ടി വിഴുങ്ങി തിന്നാനേ നിന്റെ അച്ചി വീട്ടിൽ നിന്നൊന്നും ഇവിടെ കൊണ്ട് തന്നിട്ടില്ല. എന്റെ മോൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാ. അതൊക്കെ തിന്നണമെങ്കിൽ ഇവിടെ വല്ലതും ദേഹം അല്ലെങ്കിൽ ചെയ്യണം. മനസ്സിലായോ ശവമേ? മുത്തശ്ശ, എന്തോ ഇത്? നന്ദു, കുഴപ്പമൊന്നുമില്ലല്ലോ? മുത്തശ്ശൻ അവനെ തല്ലിയോ? മുത്തശ്ശൻ എന്താ ഇതുവരെ മാറാത്തെ? ഇതിനെ ഇങ്ങനെ പട്ടിയെ പോലിട്ട് തല്ലിയ ആരും ചോദിക്കാൻ വരില്ല എന്നുള്ള ധൈര്യമാണ് മുത്തശ്ശൻ ഇപ്പോഴും. അതെന്താ നിതിൻ കുഞ്ഞെ, വന്ന വാക്കിൽ തന്നെ നീ എന്നോട് വഴക്കിടാനുള്ള തീരുമാനത്തിലാണോ എവന്റെ പേരില്? ഈ വീട്ടിലുള്ള എല്ലാരും എവന്റെ പേരിൽ എന്നോട് അടിയുണ്ടാക്കുന്നേ. മോൻ കൂടെ അതിനാവരുത്. അത് പോട്ടെ, അവൻ എന്റെ കാലിൽ ചൂടുവെള്ളം ഉറങ്ങി വീത്തി തന്നോണ്ടാ ഞാൻ അവനെ അടിച്ചത്. അല്ലാണ്ട് വെറുതെ ഒന്നുമല്ല. കാര്യമില്ലാണ്ട് മുത്തശ്ശൻ അങ്ങനെ ചെയ്യത്തുമില്ല. നാശൂലം പിടിച്ചത്. ഈ നാശം പിടിച്ചതിന്റെ അടുത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. കുഞ്ഞു വാ, ഞാൻ മോനെ കാത്ത ഇത്രയും നേരം ഇരുന്നത്. മോഹത്തോട്ട് വാ. മോന്റെ കൂട്ടുകാരൻ ചെക്കൻ ഇവിടെ. അതെനിക്ക് മനസ്സിലായി ആരാ ഭാഗത്താ തെറ്റെന്ന്. ഈ നട്ടപ്പാതിലേക്ക് അവനെയും പിടിച്ചിരുത്തി കൊണ്ടിരുന്ന പിന്നെ അവന് ഉറക്കം വരത്തില്ലേ? അവൻ എന്നെക്കാൾ എളുപ്പമോ മുത്തശ്ശ? അത് മുത്തശ്ശ മറക്കരുത്. അവൻ കാറിലുണ്ട്. നന്ദു, നീ പോയി കിടന്നോ. കിടക്കാൻ പറഞ്ഞപ്പോ അങ്ങ് കൂണാ പോവും അവൻ. നാശം.
എടാ നാശമേ, മോന്റെയും മോന്റെ കൂട്ടുകാരൻ കൊച്ചന്റെയും സാധനങ്ങൾ എടുത്തോണ്ട് വരിക ആ കാറിന്റെ ഡിക്കിന്ന്. അല്ലാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് പോയി കിടന്ന് ഉറങ്ങാനല്ല. ഇത്രയും നേരം ഇവിടെ നീ ആന കുത്തിയൊന്നും ഇല്ലല്ലോ. ആ എന്നാ ചെല്ല്. അത് വേണ്ട മുത്തശ്ശ, ഞങ്ങളുടെ സാധനങ്ങൾ എടുത്തു വെക്കാൻ ഞങ്ങൾക്ക് അറിയാലോ. ആ ഞാൻ തന്നെ ഇപ്പൊ എടുത്തോളാം എന്റെ ലഗേജ്. അവൻ പോയി കിടന്നോട്ടെ. നന്ദു നീ പോയി കിടന്നോ. വേണ്ട നിതിനേട്ടാ, ഞാൻ തന്നെ എടുത്തോളാം. ഞാൻ പോയി എടുത്തിട്ട് വരാം. ആ ഒരു കാര്യത്തിലെങ്കിലും മാറ്റം ഉണ്ടല്ലോ നിനക്ക്. ഞാൻ പറയാതെ തന്നെ ചെയ്യുന്നതിന്. ചെല്ല് ഇപ്പൊ എടുത്തോണ്ടോ. നീ പറയടി മോനെ. ജെറിമോൻ എന്താ കാറിൽ ഇറങ്ങാത്തെ? എന്റെ പൊന്നു മുത്തശ്ശന് തന്നെ തോന്നുന്നില്ല ഇതൊക്കെ കുറച്ച് കൂടുതലാണെന്ന് അവന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്. അവന്റെ പപ്പയെ വിളിക്കുക. ഇവിടെ എത്തിയാരും വിളിച്ച് പറയാൻ പറഞ്ഞായിരുന്നു. കോളില്ല, അതാ ഞാൻ അവനെ വിളിക്കാത്ത. അവൻ വന്നോളും. മുത്തശ്ശൻ പോയി കിടക്കാൻ നോക്ക്. വാ, ഞാൻ കൊണ്ടാക്കാം റൂമില്. അല്ല, ആ കൊച്ചൻ ആദ്യമായിട്ട് വീട്ടിൽ വന്നിട്ട് അതിനെ കാണാണ്ട് സംസാരിക്കാണ്ട് എങ്ങനെയാടാ ഞാൻ നിന്റെ കൂടെ വരുന്നേ? അതിനെ ഞാൻ വീട്ടിൽ കേട്ടിട്ടെ എന്നിട്ട് നിന്റെ കൂടെ വരാം. ഓ എന്റെ പൊന്നു മുത്തശ്ശ ഇപ്പൊ അവനെ പിടിച്ച് വീട്ടിൽ കയറ്റാതിരിക്കുന്നതും മുത്തശ്ശൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലാതിരിക്കുന്നതും അല്ലെങ്കിൽ മുത്തശ്ശൻ ഇവിടെ നിന്ന് സ്വീകരിക്കാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. അവൻ കോൾ വിളിച്ചിട്ട് അവൻ താനെ വന്നോളൂ. അവ ആദ്യമായിട്ടാ വരുന്നത്. പക്ഷെ അവൻ എന്റെ വീട്ടിലോട്ടല്ലേ വന്നേ. ഞാനെന്നാളെ അവനെ പുതിയതല്ലല്ലോ. ഞാൻ തന്നെ അവനെ വിളിച്ച് കയറ്റിക്കൊള്ളാം. രാവിലെ മുത്തശ്ശന് കാര്യമായിട്ട് അവനെ പരിചയപ്പെടാം. അപ്പൊ മനസ്സിലാവും മുത്തശ്ശന് അവന്റെ ക്യാരക്ടർ എന്താന്നും ബാക്കിയെല്ലാം സൗകര്യമായിട്ട് പരിചയപ്പെടാം. ഇപ്പൊ മുത്തശ്ശൻ പോയി കിടക്കാൻ നോക്ക്. ഇത്ര നേരം എന്നെ വീട്ടിൽ തണുപ്പത്തിരുന്നല്ലേ. ചെല്ല്. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇനി എന്റെ ചെറുമോൻ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല എന്ന് വേണ്ട. ദാ പോയി. എൻ്റെ അമ്മച്ചി പറയുന്ന കേട്ടാ തോന്നുമല്ലോ ഞാൻ എന്തോ ഒളിച്ചോടിയിട്ട് ഏതോ പെണ്ണിനെ കൊണ്ട് കറങ്ങി കൊണ്ട് നടക്കാന്ന്. എൻ്റെ അമ്മച്ചി ഞാൻ വരാം, ഞാൻ പറഞ്ഞില്ലേ. ഇനി എന്നെ കൊണ്ട് വയ്യ, അതുകൊണ്ട് ഞാൻ വരുന്നുണ്ടെങ്കിൽ അവനെ കൊണ്ടേ വരത്തുള്ളൂ. നീ നിന്റെ തന്തയുടെ മോൻ വിളഞ്ഞ വിത്ത്. അങ്ങേര് ഇതുപോലെ വാശി പിടിച്ചിട്ടായിരുന്നു എന്നെ കെട്ടിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് നീ ഇതുപോലെയൊക്കെ കാണിക്കാറുള്ളതെന്ന് എനിക്കറിയാം. വരുമ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഉള്ള പ്രശ്നവും വയ്യാവേലിയായിട്ട് വരാതെ ആ കൊച്ചനെ മാത്രം പെട്ടെന്ന് വിളിച്ചോണ്ട് വരാൻ നോക്ക്. എന്നിട്ട് വീട്ടിൽ വന്ന് പറ്റാൻ നോക്ക് ചേർക്കാം. എത്ര നാളായി കണ്ടിട്ട്. എൻ്റെ പൊന്ന് സാറക്കുഞ്ഞെ, നീ ഇങ്ങനെ ചൂടാവാതെ. ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ. ഞാനും എൻ്റെ അമ്മച്ചിയുടെ മരുമോനുമായിട്ട് അങ്ങോട്ട് ഡയറക്റ്റ് എത്തിയിരിക്കും. പോരെ? ഇപ്പം എൻ്റെ സാറക്കുഞ്ഞ് പോയി. ഞാനേ വീട്ടിൽ വന്നിട്ട് അകത്ത് പോലും കയറിയിട്ടില്ല. കുറേ നേരമായി നിങ്ങളെ രണ്ടുപേരെയും ഗുണോധികാരവും കേട്ടോണ്ട് ഇവിടെ വെളിയിൽ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഒരു വീട്ടിൽ വന്നാൽ ഇങ്ങനെ മുറ്റത്ത് നിൽക്കണമല്ല മാന്യത. അകത്തോട്ട് കയറി അറ്റ്ലീസ്റ്റ് ഞാനെന്താ അവനെ കയറി കണ്ടോട്ടെ അമ്മച്ചി. ഇയാളിതെവിടെ പോയി? കാറിലെന്നല്ലേ പറഞ്ഞേ? കാർ അവിടെ കയറ്റി ഒതുക്കിയിട്ടിട്ടുണ്ട്, ഡിക്കി അടച്ചിട്ടിട്ട്. അങ്ങേര് ഇതെവിടെ പോയി? ഇനി ഇങ്ങേരും അകത്തേറി പോയോ? അയ്യോ, അപ്പം ഞാൻ ഇനി എപ്പോഴാണ് സാധനം എടുത്ത് വയ്ക്കുന്നത്? ഈ കാലമാട വന്നപ്പോൾ തൊട്ട് ഇയാൾ എനിക്കിട്ട് പണി തരുവാണല്ലോ, നാശം. അവിടെ നിൽപ്പുണ്ടായിരുന്നോ? എവളാണാവോ ഈ കാലമാടം വിളിച്ചുകൊണ്ട് നിൽക്കുന്നത്? ബാക്കിയുള്ളവരുടെ വയ്യായിക്ക് നീ വരുന്നവന്മാർക്ക് അറിയണ്ടല്ലോ. ഇയാളെ ഞാൻ ഇനി വല്ലതും പറഞ്ഞിട്ട് വേണം. ഗസ്റ്റിനെ പറഞ്ഞു എന്നും പറഞ്ഞാൽ അതിനും ചീത്തട്ട. ഇവർക്കൊന്നും എൻ്റെ കഷ്ടപ്പാട് അറിയണ്ടോ? എനിക്കെല്ലാം മനസ്സിലായി. എൻ്റെ പൊന്ന് സാറാ, ഞാൻ പുറത്ത് നിൽക്കുക. നീ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് ഓരോന്ന് പറഞ്ഞ് എന്നെ ടെൻഷൻ ആക്കല എൻ്റെ സാറാമ്മേ. വച്ചേക്ക്. ശരി. ശരി, ഞാൻ ഫുഡ് കഴിച്ചോളാം. ഞാൻ അവനെ നോക്കിക്കോളാം സാറാമ്മേ. ശരി. ഈ അമ്മച്ചിയുടെ ഒരു കാര്യം വിളിച്ചാലും വയ്ക്കത്തില്ല. അവരാരെങ്കിലും എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇനി എങ്ങനെ വീട്ടിൽ കയറി ചെല്ലും? അതെ, എക്സ്ക്യൂസ് മീ സാർ, ആ കാറിൻ്റെ ഡിക്കി തുറന്നിരുന്നെങ്കിൽ ഞാൻ ആ ലഗേജ് എടുത്ത് വച്ചേനെ. മഴ വരുവാ, എനിക്ക് കിടന്ന് ഉറങ്ങണമായിരുന്നു. കാറിൻ്റെ ഡിക്കി ഓൾറെഡി ഓപ്പൺ ആണല്ലോ.
സാധനങ്ങൾ എടുത്ത് വെച്ചില്ലടാ നീ. ആ മുത്തശ്ശ വരുവാ. ഇതാ റൂം. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാ നിതിൻ ചേട്ടൻ്റെ റൂം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. പക്ഷേ ഇവിടെ നിന്ന് വിളിച്ചാൽ ഞാൻ കേൾക്കത്തില്ല. താഴെയാണ് എൻ്റെ റൂം, കിച്ചൻ്റെ അടുത്ത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ വന്ന് എന്നെ വിളിച്ചാൽ മതി. എന്നാൽ ഞാൻ പോട്ടെ. അല്ല, താഴെ കിച്ചൻ്റെ അടുത്ത് ആണല്ലേ റൂം? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നോളാം. അല്ല, ഈ പേരെന്താന്ന് പറഞ്ഞില്ല. അല്ല, എനിക്ക് വിളിക്കണ്ടേ? അല്ല, ഞാൻ പിന്നെ ഇങ്ങനെ എന്തോ വിളിക്കുക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. എൻ്റെ പേര് നന്ദൻ എന്നാ. നന്ദു എന്ന് വിളിച്ചാൽ മതി. എല്ലാവരും നന്ദു എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഞാൻ പോട്ടെ. പൊക്കോ. ഗുഡ് നൈറ്റ്. ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. അപ്പോൾ എണീക്കണം. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, പക്ഷേ കുഴപ്പമില്ല. എന്നെ വിളിച്ചോ, ഞാൻ എണീക്കാം. ശരി എന്നാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എൻ്റെ അമ്മേ, അയ്യോ, അയ്യാ, ആരോട് പറയാൻ, ആരോട് കാണിക്കാൻ എൻ്റെ സന്തോഷം. അയ്യോ, ഇവ ഫോട്ടോ കണ്ടേ കാലൊക്കെ ഉണ്ടാണല്ലോ. നീ കണ്ടോടാ നന്ദുമോനെ, നിന്നെ ഇവിടെ നിന്ന് റാഞ്ചിക്കൊണ്ട് പോകാൻ വന്ന പരുന്താ ഞാൻ. നിന്നെ ഇവിടെ നിന്ന് ഈ കാരാഗ്രഹത്തിൽ നിന്ന് ഈ ജെറി രക്ഷിച്ചിരിക്കും. അതിനൊരു മാറ്റമല്ല മോനെ. ഗുഡ് മോർണിംഗ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണോ? സോ ഞാൻ കുറച്ച് ലേറ്റല്ലേ? അത് പിന്നെ പുതുമുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഫ്ലാറ്റിൽ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഞാൻ എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴല്ലേ അടിയൻ എണീറ്റ് വരാറുള്ളൂ. ചുമ്മാതിരിക്കട കമ്മാടി. ജെറിമോ ഇരിക്കും. ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ട്. അമ്മ എടുത്തു തരാം, വാ. ആക്ച്വലി വേണ്ടമ്മ, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇവനീ ഉണ്ടാക്കി വയ്ക്കുന്നതൊക്കെ ഇവൻ തന്നെ കഴിക്കുന്നത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും എന്ത് ഫുഡായാലും കുറച്ച് കൺട്രോൾഡാണ്. ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഹൈ ക്വാളിറ്റി ഉള്ള ഫുഡൊന്നും കഴിക്കാറില്ല. കിച്ചൺ എവിടെയെന്ന് പറഞ്ഞാൽ മതി, ഞാൻ തന്നെ എനിക്കുള്ളതാക്കി കഴിച്ചോളാം. നിങ്ങൾക്കത് ആക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അമ്മ പറഞ്ഞോ, എവിടെ കിച്ചൺ? എല്ലാരും കഴിക്കുമ്പോ മോൻ മാത്രം അങ്ങനെ, അതിപ്പോ എങ്ങനെ ശരിയാവാ? ഒറ്റയ്ക്കാക്കി കഴിക്കാന്ന്. നാശം പിടിച്ച ചെറുക്കൻ എവിടെ അനുവേ? അച്ഛാ, അവൻ കിച്ചണിലുണ്ട്. അവൻ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അത് കഴുകുക. അവൻ പാല് കൊടുത്തിട്ട് ഇപ്പൊ വന്നതേ ഉള്ളു അച്ഛാ. ജെറിമോനെ, ഞാൻ വരാമോ എൻ്റെ കൂടെ? നോ 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 ആൻറ്റി, വേണ്ട. ആക്ച്വലി എനിക്കാരും ഹെൽപ്പ് വേണ്ട. ഫ്ലാറ്റിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇതാ നിതിനോട് ചോദിച്ചു നോക്ക്. പിന്നെ ഈ ഗ്രാൻഡ് പ പറഞ്ഞ എന്തുവാ, നാശം പിടിച്ച ചെറുക്കൻ. എന്താ അവൻ്റെ പേര് അങ്ങനെ തന്നെയാണോ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, വേറെ പേര് വല്ലതും ഉണ്ടോന്ന്. അവൻ്റെ പേര് നാശം പിടിച്ചതെന്നൊന്നുമല്ല. അവൻ അന്തസ്സായിട്ടൊരു പേര് ഇവിടുത്തെ അച്ഛനും അമ്മ ഇട്ടിട്ടുണ്ട്. നന്ദു എന്ന് അവൻ്റെ പേര്. ജെറി, ഞാൻ വരാൻ തൻ്റെ കൂടെ. നോ, ഐ ടോൾഡ് യു ഗൈസ്, വെറുതെ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട. ഞാൻ തന്നെ ചെയ്തോളാം. പിന്നെ ഈ പറഞ്ഞ പയ്യൻ നന്ദു, അവൻ കിച്ചണിലുണ്ടെന്നല്ലേ പറഞ്ഞേ. എന്തെങ്കിലും സാധനങ്ങൾ എടുക്കണമെങ്കിൽ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. യു ക്യാരി ഓൺ. നിങ്ങൾ കഴിച്ചോ. അനുവൻറ്റി കഴിക്കും. കഴിക്കടോ. ഇറ്റ്സ് ഓക്കെ, ഐ എം ഫൈൻ. ഇതിന് ഞാൻ എന്നാ ഫുഡ് ഉണ്ടാക്കി. എന്നാലും എൻ്റെ അച്ഛ, ഈ വീട്ടിലുള്ള ആർക്കും ഒരു മാറ്റമില്ലല്ലോ ഇപ്പോഴും. എല്ലാവരും പഴയതുപോലെ തന്നെ. അറ്റ്ലീസ്റ്റ് എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉള്ളപ്പോഴെങ്കിലും നിങ്ങൾക്ക് അകത്ത് നിൽക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് തൊഴുത്തി കെട്ടിയിരിക്കുന്ന കാളയൊന്നുമല്ല, അത് മനുഷ്യനാണ്. അതിനുമുണ്ട് ജീവനും ശ്വാസവും എല്ലാം. അതാരും മറക്കണ്ട. ഇങ്ങനെയിട്ട് കൊല്ലാതെ കൊല്ലുന്നത് മതി എനിക്ക്. ശ്യാമേട്ടാ, ഏട്ടൻ കഴിക്കും.
ഞാനെന്നാ മുറിയിലോട്ട് പോവാം. അച്ഛ ഒരുപാടൊക്കെ ആയ ആർക്കായാലും വിഷമാവും അച്ഛ. ആരായാലും പ്രതികരിക്കും. അതാ ഇപ്പൊ നടക്കുന്നത്. അച്ഛാ അവനെ കുഞ്ഞിലെ അച്ഛൻ ഇവിടെ കൊണ്ടുവന്നല്ലേ, കുഞ്ഞായിരിക്കുമ്പോഴും നമ്മൾ കാണുന്നല്ലേ. അച്ഛൻ എന്താ ഇത്ര ദേഷ്യം അവനോട്? ഇത്തിരി പോലും ഇല്ലാത്ത ചെറുക്കനോട് ഇത്രയും വൈരാഗ്യം കാണിക്കാൻ മാത്രം അവൻ എന്താ അച്ഛൻ ചെയ്തേ? എനിക്ക് അവനോട് വൈരാഗ്യവും ദേഷ്യവും തന്നെയാ. അത് എന്തിനാ ഏതിനാന്നൊക്കെ നിന്നോടൊക്കെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. എന്നാലും പറയുക, എനിക്ക് അവനെ മുമ്പ് പിന്നും അറിയത്തില്ല. എനിക്ക് അവനെ റോട്ടിൽ നിന്ന് കിട്ടിയതും തന്നെയാ. ഞാൻ അവനെ എടുത്തോണ്ടൊന്ന് വളർത്തി. അതെന്തിനാ? എന്റെ കാര്യങ്ങളും എന്റെ വീട്ടിലെ എന്റെ മക്കളുടെയും ചെറുമക്കളുടെയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കാൻ. എന്നിട്ട് ഉപകാരം ഇല്ലാണ്ട് ഇവിടെ വെറുതെ നിന്ന് തിന്നുമുട്ടാനാണെങ്കിലേ അത് പറ്റത്തില്ല. പിന്നെ എന്റെ കഷ്ടകാലത്തിന് ആ നാശത്തിന് എടുത്തോണ്ട് വന്ന് വളർത്തിയത്. അതുകൊണ്ടെന്താ, എന്റെ മക്കളും ചെറുമക്കളും ഭാര്യമാരും എല്ലാവർക്കും എന്നോട് ഇപ്പൊ വെറുപ്പാ. ഒറ്റ എടുത്തം ഓർമ്മ. അവന്റെ ഒരു അഭിനയവും നാടകവും പൂങ്കണ്ണീരും ഒഴുക്കി നിന്നോളും എന്റെ വീട്ടുകാരുടെ മുമ്പേ എന്നെ പറയിപ്പിക്കാനായിട്ട്. നശൂലം. ആ നാശത്തിനെ എങ്ങനെയും ഒഴിവാക്കുക. അതാ ഇപ്പൊ എന്റെ ഇത്. അതും പറ്റത്തില്ലല്ലോ. ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോണ്ടേ. പുറത്തുനിന്ന് ഒരാളെ വെക്കാന്ന് വെച്ചാ ഇപ്പൊ എത്രയാ പൈസ? 50,000 20,000 ഒക്കെ എണ്ണി കൊടുക്കണം. ഇതാകുമ്പോ തിന്നാൻ വല്ലതും കൊടുത്ത ഏതെങ്കിലും മൂലയിൽ കിടന്നോളും. നവീനേട്ടാ, ഞാൻ റൂമിൽ കാണും. ഫയലൊക്കെ റൂമിൽ ഇരിക്കല്ലേ, കഴിച്ചിട്ട് അങ്ങോട്ടോ ഞാൻ എടുത്ത് തരാം. ശരിയാണ്, ഇവിടെ നിന്ന് ശരിയാവത്തില്ല. ഹോ, ഇതിപ്പോൾ കുറേ നേരമായല്ലോ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? അടുക്കളയിൽ നിന്ന് തത്തിക്കളിക്കാണ്ട് എന്താ വേണ്ടതെന്ന് പറ, ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാം. എന്താ വേണ്ടേ? എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാനാണോ? അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കഴിക്കത്തില്ലെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ പിന്നെ ഇനി എന്താ വേണ്ടേ? ശരിയല്ലേ, ഞാനിങ്ങോട്ട് ഫുഡ് ഉണ്ടാക്കാനാണ് വന്നേ. അത് ഞാൻ ഇങ്ങോട്ട് വന്ന് നിന്നെ കണ്ടപ്പോഴത്തേക്കും മറന്നു. എനിക്ക് നീയൊന്നും ഉണ്ടാക്കിയും തരണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. നീ ഈ സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു തന്നാൽ മതി എൻ്റെ അടുത്ത് നിന്ന്. ഞാൻ ഓട്സ് ഉണ്ടാക്കാം, അത് കഴിഞ്ഞ് ഞാൻ ജ്യൂസ് ഉണ്ടാക്കാം. ബുദ്ധിമുട്ടില്ലെങ്കിൽ നീ എനിക്കൊരു മുട്ട പൊരിച്ച് തരുമോ? ഓംപ്ലേറ്റ്. ഇത് മുന്നേ പറഞ്ഞൂടെ? ഇത് ഇത്രയും ചെയ്യാനാണ് ഇവിടെ കിടന്ന് ഇത്ര അഭ്യാസം ഇറക്കിയത്. ഓംപ്ലേറ്റ് അല്ലേ, പൊരിച്ചു തരാം. ഈ പറയുന്ന ഓട്സും എനിക്ക് കാച്ചാനറിയാം, അതും കാച്ചി തരാം. ഇനി നിങ്ങൾ ചെയ്യുന്ന കണ്ടിട്ട് വേണം മുത്തശ്ശൻ്റെ കയ്യിരിക്കുന്ന ഞാൻ കൊള്ളാനായിട്ട്. മാറ്. നിൻ്റെ മുത്തശ്ശൻ അത്ര ടെററാണോ? എന്നാ എൻ്റെ നന്ദു ബേബി ഒരു കാര്യം കേട്ടോ, ഞാനിവിടെ ഉള്ളപ്പം അങ്ങേര് നിന്നെ തൊടത്തില്ല. അയാളവായിരിക്കുന്നേ നീ കേൾക്കേണ്ടി വരത്തില്ല. ബിക്കോസ് എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കേണ്ടത് എൻ്റെ കടമയാണ്. അതിന് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. ഓട്സൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം, നീ ഒരു മുട്ട പൊരിച്ച് തന്നാൽ മതി. എൻ്റെ ദൈവമേ, ഇതേതോ വള്ളിക്കെട്ട് കേസെന്നാ തോന്നുന്നത്. മുട്ട എങ്കിൽ മുട്ട, മാറും. ദാറ്റ്സ് മൈ ഗുഡ്. എന്താ എന്തുപറ്റി? നോക്കട്ടെ നന്ദു, എന്താ? പൊള്ളിയില്ല, നോക്ക്, ഒന്നും പറ്റില്ല. പൊള്ളിയില്ല, സത്യം. നീ പറഞ്ഞാൽ മതിയോ? പോയെ ഇത് അവിടെയും പോയിരുന്നേ, ഞാൻ ചെയ്തോളാം. നീ ഒന്നും ചെയ്യണ്ട, മാറ്. അളിയ, ഈ മുട്ട പൊരിക്കും പറ്റിപ്പോലും കൈ തെറിച്ച ഇതിന് മാത്രം എക്സ്പ്രഷൻ ഇടണോടാ? ഇവിടെ ഉണ്ടായിരുന്നോ? അതെന്തോ ഇട്ടാല്? ഞാൻ എൻ്റെ നന്ദുവിൻ്റെ അടുത്തല്ലേ ഇടുന്നേ, വേറെ ആരുടെ അടുത്തല്ലോ. അവൻ്റെ അടുത്ത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് കാണിക്കണമെന്നുള്ളതൊക്കെ എൻ്റെ സ്വാതന്ത്ര്യമാണ്. അവൻ എൻ്റെതാ കേട്ടാ. പിന്നെ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അവനെ എൻ്റെ അനിയനായിട്ടാ നീ അവനെ കണ്ടത്. അതുകൊണ്ട് അധിക സ്വാതന്ത്ര്യമൊന്നും അവൻ്റെ അടുത്ത് എടുക്കണ്ട കേട്ടാ. എനിക്കുള്ളതിന്റെ പകുതി സ്വാതന്ത്ര്യം വിടും നിനക്ക് അവൻ്റെ അടുത്തില്ല അല്ലേ നന്ദു? അതെ, അവൻ നിന്റെ അനിയനാ. നിനക്കുള്ളത് അനിയനോടുള്ള സ്നേഹവും സ്വാതന്ത്ര്യവും. പക്ഷെ എനിക്കങ്ങനെയല്ലല്ലോ, അല്ലേ നന്ദു? അതെ. ഇപ്പൊ എന്തായി? അവൻ തന്നെ സമ്മതിച്ചു അവൻ എന്നെ ഇഷ്ടമാണ്, അല്ലേ നന്ദു? എന്റെ പൊന്നു നന്ദു, നീ ഇത് എന്തറിഞ്ഞിട്ടാ തീവണ്ടിയുടെ മുമ്പിൽ തല വെച്ചു കൊടുക്കാൻ പോകുന്നേ? രാവിലെ എണീക്കത്തില്ല, 24 മണിക്കൂറും മസിൽ ഉരുട്ടി നടന്നോളും.
നേരെ ചൊവ്വ ഓഫീസിൽ വർക്ക് പോലും ചെയ്യത്തില്ല. 24 മണിക്കൂർ ഉറക്കവും തീറ്റി മാത്രമേ ഉള്ളൂ. നിന്റെ ജീവിത കെട്ടപ്പുക മോനെ. ഓ അതൊക്കെ എൻ്റെ ചെറുക്കൻ അങ്ങ് സഹിച്ചോളും. ഹാ അല്ലെങ്കിൽ പിന്നെ അവൻ എന്തിനാ എന്നെ കിട്ടുന്നേ അല്ലേ നന്ദു? നിതിനേട്ടാ, ഞാൻ റൂമിലോട്ട് പോവാണേ. അയ്യോ അതെന്താ നന്ദു? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കും ബേബി. കിണിക്കല്ലേ. എടാ പുല്ല, ചെറുക്കന് വല്ല അറ്റാക്കും വരുത് ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞ പാവം പേടിച്ച്. സോ വാട്ട്? അവനെ പേടിപ്പിക്കാനും അവനെ സ്നേഹിക്കാനും അവനെ വെറുക്കാനും എല്ലാത്തിനും അവകാശം അതെനിക്ക് മാത്രമേ ഉള്ളൂ. കേട്ടടാ കൊള്ളാം നിതിനെ. നിന്റെ പാർട്ട കളവനുണ്ടല്ലോ, അങ്ങേക്ക് കുറച്ച് വിളച്ചിൽ കൂടുതലാണ്. അയാളെ വിളച്ചിൽ ഞാനങ്ങ് ഓടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഇതിനെ ഒന്ന് കുപ്പിയിലാക്കട്ടെ, എന്നിട്ട് പിന്നെ കളവൻ്റെ കാര്യം. അയാളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവനെ മൈരേ പോലെ ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് പോകും. ഇനി ഒരു 6 ദിവസം കൂടെ ഉണ്ടല്ലോ. നോക്കട്ടെ എവിടം വരെ പോകുന്നു. അയ്യേ അയാളെന്തിനാ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഇനി അയാൾക്ക് എന്നോട് ഇഷ്ടമാണോ? നവീൻ ചേട്ടനും മൃദുലേച്ചിയോട് തോന്നിയ ആദ്യ പ്രണയം? ചിലപ്പോൾ ആണെങ്കിലോ എനിക്കിവിടുന്ന് രക്ഷപ്പെടാമല്ലോ. എന്തുവാടാ ചെറുക്ക നാളെ തൊട്ട് കൊഞ്ചി കുഴയുന്നേ? എന്തുട്ടി എനിക്ക്? അത് പോകാൻ മൃദുലേച്ചി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടെന്ന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മാറിക്കേ, ഞാൻ പോട്ടെ. അല്ലടാ, ഇവനെന്തോ കാര്യമായ തകരാറ് പറ്റിയിട്ടുണ്ട്. മിണ്ടാതിരുന്ന ചെറുക്കനായിരുന്നു, ഇപ്പൊ ഇതെവിടെ നിന്ന് ഇതൊക്കെ ഉണ്ടായത്? ഇതെന്ത് ഇവിടെ ആരും കാണാത്ത? രാവിലെ തൊട്ട് ഒറ്റ മനുഷ്യരില്ലല്ലോ. നന്ദൂനെയും കണ്ടില്ല. ഇവനിതെവിടെ? പക്ഷേ ഹലോ, ആരത്തിരക്ക് കൊണ്ട് ഇവിടെ നിൽക്കുന്നത്? നിന്റെ നന്ദു ബേബീനെയാണോ? നീ ഇവിടെ ഉണ്ടായിരുന്നോ? എടാ ഇവിടെ നിന്ന് ആരെയും കാണാനില്ലായിരുന്നല്ലോ. അല്ല നീ ഇവിടെ പോയത് രാവിലെ? നന്ദൂനെയും കാണുന്നില്ല. എവിടെയാടാ? അത് വേറൊന്നുമല്ല, ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ രാവിലെ ചെറുതായിട്ടൊന്ന് അമ്പലത്തിൽ പോയതാണ്. പിന്നെ മൃദുലേച്ചിയുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് നവീനും മൃദുലേച്ചിയും കൂടെ അങ്ങോട്ട് പോയി. പിന്നെ അമ്മയച്ഛനും കൂടെ ഓഫീസിൽ പോയി. ഇന്ന് അമ്മയുടെ എന്തൊക്കെയോ സൈൻ വേണമെന്നാണ് പറഞ്ഞത്. പിന്നെ മുത്തശ്ശി താഴെ റൂമിലുണ്ട്. നന്ദു ഞങ്ങളുടെ കൂടെ വന്നില്ല, അവ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നീ പിന്നെ ഉറങ്ങുന്നുണ്ടോ നിന്നെ വിളിക്കാത്ത? പിന്നെ നീ വരുമില്ലെന്ന് എനിക്കറിയത്തില്ലല്ലോ. സാധാരണ നിനക്ക് അമ്മാതിരി പരിപാടിയൊന്നുമില്ലല്ലോ, പള്ളിയിൽ പോകാൻ അമ്പലത്തിൽ പോക്കൊക്കെ. അതുകൊണ്ടാണ് വിളിക്കാത്ത. എടാ പുല്ലേ, പോകുമ്പോത്തി പറഞ്ഞിട്ട് പോയിക്കൂടെ? എനിക്ക് നന്ദുവിനോട് ഇച്ചിട്ട് സംസാരിക്കാനും മിണ്ടാനൊക്കെ കിട്ടിയ ചാൻസ് ആയിരുന്നു. ഞാൻ അറിഞ്ഞില്ലല്ലോ ദൈവമേ. നീ മാറിക്കേ, ഞാൻ പോയി അവനെ കണ്ടിട്ട് വരട്ടെ. പൊക്കോ പോകുന്നതൊക്കെ കൊള്ളാം. മുത്തശ്ശൻ ഇവിടെ ഉണ്ട്, അത് മറക്കണ്ട. നീ മിണ്ടാതിരുന്നില്ലേ? ഇനി അങ്ങേരുടെ കാര്യം പറഞ്ഞാൽ അങ്ങേരെ ഒടിച്ച് മടക്കി വല്ല പെട്ടിയിലാക്കിയിട്ട് ഞാൻ ആ ശല്യം അങ്ങ് തീർത്തു തരും, കേട്ടല്ലോ? അവൻ്റെ ഒരു മുത്തശ്ശൻ പോരട്ടെ, കളവൻ കാരണം എൻ്റെ ചേർക്കാൻ. എന്നാലും ഇതെവിടെ? ഇവിടെയൊക്കെ കാണേണ്ടതാണല്ലോ. താട്ട് പോയി നോക്കാം. നന്ദു, അവിടെ നിൽക്ക്. താനെന്താടോ എൻ്റെ കണ്ണുമ്പി വരെ അത് ഒളിച്ചു കിടക്കുവാണോ? ഇല്ലല്ലോ, എനിക്ക് ജോലി ഉണ്ടായിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടോ സാറിന്? എനിക്ക് അടിച്ചു വരാനുണ്ട്, ഞാൻ പോട്ടെ. അതെന്താ, നിനക്ക് ഇത്രയും നേരം അടിച്ചു വരണ്ടായിരുന്നോ? അല്ല, ഞാനിങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ നീ ചുമ്മാ പാട്ടും പാടിക്കൊണ്ട് ഓടുന്നതാണല്ലോ ഞാൻ കണ്ടത്. എന്നെ കണ്ടപ്പോൾ ഒറ്റ ഓട്ടം. എന്താ, നിനക്കെന്നെ പേടിയാണോ ഇവിടെ ഉള്ളവരെ പോലെ? പേടിയുണ്ട്, പക്ഷെ സാറിനല്ല, എന്നെയാ. എനിക്ക് എന്നെ തന്നെ പേടി. ഞാൻ പോവാ. പോലെ നിക്ക്. എന്താ, വീട് ആരെങ്കിലും കാണും. നന്ദു അടങ്ങി നിക്ക്, വീഴും. നന്ദു,
അടങ്ങി നിൽക്ക്. എന്താ നിൻ്റെ പ്രശ്നം? എന്തിനാ എന്നെ കാണുമ്പോൾ ഓടുന്നത്? ഞാൻ നിൻ്റെ അടുത്ത് അടുക്കാൻ ശ്രമിക്കുമ്പോൾ നീ എന്താ ഓടി ഓടി അകലെയാണോ? വീട് ചെറിച്ചായ, എനിക്ക് പേടിയാ. മുത്തശ്ശൻ എന്നെ തല്ലും. ആഹാ, അത് കൊള്ളാലോ, ചെറിച്ചായൻ. എത്ര നാൾ ഞാനിത് ഈ വിളി കേൾക്കാൻ കാത്തിരുന്നേന്നറിയോ? ഒന്നോട് വിളിക്കുമോ നന്ദു പ്ലീസ്? ചെറിച്ചായ, ഞാൻ വിളിച്ചില്ലേ, വീട് ഈ ചായ ആരെങ്കിലും കാണും, പ്രശ്നമാവും, എന്നെ തല്ലു ചായ, വീട്. നന്ദു നന്ദു, എനിക്ക് നിന്നെ വേണം നന്ദു. നമ്മുടെ മാത്രമായിട്ടൊരു ലോകത്ത്. എന്താ ഏതാണെന്നൊന്നും നീ ചോദിക്കരുത്. ഐ നീഡ് യു. ജസ്റ്റ് ഒരു 4 days കൂടെ നീ വെയിറ്റ് ചെയ്യ്. അത് കഴിഞ്ഞ് നിനക്കിങ്ങനെ പേടിക്കേണ്ടി വരില്ല. ഇതെൻ്റെ വാക്കാ. പൊക്കോ. ഞാൻ വിളിക്കുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് വരണം. അറിയാലോ, എനിക്ക് നിൻ്റെ സഹായങ്ങൾ ഒരുപാട് ആവശ്യമുണ്ട്. വിളിച്ചാൽ മതി. ഞാൻ പോവാ. ബൈ. ഐശേ, വന്ന് ഈച്ചാൻ ഒരു നാണമില്ല. എന്തൊക്കെയോ പറഞ്ഞേ. അപ്പം ഞാൻ വിചാരിച്ചത് ശരിയാ, ഇച്ചായൻ എന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇനി മുത്തശ്ശൻ എന്നെ എന്ത് ചെയ്താലും ചോദിക്കാൻ ഇച്ചായൻ കാണും. നാശം പിടിച്ചവനെ, നിനക്കറിയത്തില്ലേ എനിക്ക് ഇത്ര ചൂടുവെള്ളം കൊണ്ട് വരില്ലെന്ന്? തണുത്ത ഓറിയ വെള്ളം മാത്രമേ ഞാൻ കുടിക്കത്തുള്ളൂ. ഇത്രയും കാലമായിട്ട് നിനക്കറിയത്തില്ലേ? ചൂടുവെള്ളം കൊണ്ടുവന്നേക്കുന്നു. പോയി തണുത്തുള്ള എടുത്തോണ്ട് വാടാ. മുത്തശ്ശൻ എണീച്ച് നടക്കാനായിട്ടുള്ള വയ്യായികയൊന്നും ഇല്ലല്ലോ, പിന്നെ അത് സ്വന്തമായിട്ട് എടുത്ത് കുടിച്ചാ? ആ ചൂടുവെള്ളം എടുത്ത് അവന്റെ മുഖത്ത് വീത്താൻ കൊള്ളായിരുന്നല്ലേ? മുത്തശ്ശൻ കുടിച്ചപ്പോ മുത്തശ്ശന്റെ തൊണ്ട പൊള്ളിയപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. അവൻ എന്തുമാത്രം വേദനിച്ചാണ്. നവീനെ, ഞാൻ റൂമിൽ കാണും, കഴിച്ചിട്ട് കാണും. എനിക്കൊന്നും വേണ്ട, ഇതൊന്നും കൊണ്ടിട്ട് തിന്നാൻ ഇറങ്ങത്തില്ല. മോളെ, എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവ എന്ത് ചെയ്തിട്ടാ? അച്ഛന് വെള്ളം വേണമെങ്കിൽ എന്നോട് ചോദിച്ചൂടെ? ആ കൊച്ചു ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലായിരുന്നു. നന്ദു, മോൻ പൊയ്ക്കോ, അമ്മ എടുത്തു കൊടുക്കാം. വേണ്ടമ്മ, ഞാൻ തന്നെ എടുത്തോളാം മുത്തശ്ശന് വെള്ളം. ഞാൻ ഇപ്പം എടുത്തോണ്ട് വരാം മുത്തശ്ശ. നിതിൻ, ഐ എം റിയലി സോറി ടു സേ ഐ എം ഷെയിം ഓഫ് യു. ബിക്കോസ് ഇൻ കേസ് ഒരു ജോലിക്കാരനാണെങ്കിൽ പോലും എൻ്റെ വീട്ടിൽ ഇതിനേക്കാൾ 10 ഇരട്ടി ജോലിക്കാരുണ്ട്. ബട്ട് എൻ്റെ പാരൻസ് ആരും അവരോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അവർ സാലറിക്ക് നിൽക്കുന്നവർ തന്നെയാണ്, പക്ഷെ എന്നാലും ഞങ്ങളുടെ വീട്ടിലുള്ളവരെ പോലെ ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളൂ. എന്താടോ നിതിൻ, ഇതൊക്കെ പറയാതിരിക്കാൻ വയ്യ. നിൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇങ്ങനൊരു കാര്യം പ്രതീക്ഷിച്ചില്ല. എനിവേ, എനിക്ക് മതി. എന്നാൽ ഞാൻ എണീക്കുക. അല്ല മോനെ ജെറി, മോനൊന്നും കഴിച്ചില്ലല്ലോ? വേണ്ട ആൻറ്റി, വയറ് ധാരാളം നിറഞ്ഞു. എനിക്ക് കുറച്ച് ഈ മനസാക്ഷി കുത്തൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കഴിക്കാൻ തോന്നത്തില്ല. ശരി എന്നാ. ആർ യു ഹാപ്പി നോ ഗൈസ്? അവന്റെ മുമ്പ് എന്നെ നാണം കെടുത്തിയപ്പോ എല്ലാവർക്കും മതിയായല്ലോ. മുത്തശ്ശി ഇങ്ങനെ കാണിക്കുന്ന പോട്ടെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊക്കെ ഒന്ന് പ്രതികരിച്ചൂടെ? അക്കണക്കിന് മൃദുലേജ് പ്രതികരിച്ചല്ലോ. വന്നു കയറിയ ആളുടെ അത്രയും പോലും കുഞ്ഞിനെ തൊട്ട് ഇവിടെ വളർന്ന നന്ദുവിന്റെ അടുത്ത് നിങ്ങൾക്കൊന്നും ഒന്നുമില്ലല്ലോ. അമ്മയ്ക്കെങ്കിലും. എനിക്കും വേണ്ട ഒന്നും. എല്ലാം മുത്തശ്ശൻ തന്നെ കൊടുത്തോ, ഇരുന്ന് തിന്നട്ടെ. എന്നിട്ട് വീണ്ടും രാവിലെ പോകത്തിന് അടിച്ച് കൊല്ലാനുള്ളതല്ലേ? എന്താന്ന് വെച്ചാൽ ആയിക്കോ എല്ലാരും കൂടെ. 2 ദിവസം കഴിഞ്ഞാൽ ഞാനങ്ങ് പോവും. പിന്നെ എനിക്കിതൊന്ന് കോണ്ടല്ലോ ഈ ഡ്രാമയൊന്നും. എന്തു വയ്ക്കുക, ബാക്കി എല്ലാരും കഴിക്കും. ഇവിടെ ഇതൊക്കെ സഹജാന്ന് നിങ്ങൾക്കൊക്കെ അറിയാന്നുള്ളതല്ലേ. പിന്നെ വന്നു കയറിയ കൊച്ചിനെ അത് ഇഷ്ടപ്പെട്ടില്ല. അവ അത് വേറെ സ്ഥലത്തു നിന്ന് വന്നുകൊണ്ടും ഇവിടത്തെ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടുവാ. അതത്രേ ഉള്ളൂ. അനു, നീ ഇരുന്ന് കഴിക്ക്, വയ്യാത്തല്ലേ? ഞാനെന്തിനാ വിഷമിക്കുന്നത്? എനിക്കാരും ഇല്ലാത്തതുകൊണ്ടല്ലേ എനിക്കിങ്ങനെയൊക്കെ.
ഇവിടെ ഉള്ളവരെയും വന്നവരെയൊക്കെ ഞാൻ ആരൊക്കെയായിട്ട് കണ്ടുപോയി. അപ്പോഴും ഞാൻ എന്താ പ്രതികരിക്കാതെ നിന്ന് 2-3 ദിവസം ഞാൻ വിചാരിച്ചു ഞാൻ എന്നെ ഇഷ്ടമാണെന്ന്. വേറെ ആരോടും തോന്നാത്ത എന്തൊക്കെയോ എനിക്ക് ഞാനോട് തോന്നി. എല്ലാവരും ചീത്തയാ, എല്ലാവരും അഭിനയിക്കുക. നമ്മളെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. എനിക്കാ തെറ്റുപറ്റിയ, എനിക്ക് മാത്രം. നന്ദു, കരയാണോ നീ? ഇല്ല. എന്താ, എന്തേലും വേണോ? എന്തേലും ആവശ്യമുണ്ടോ എന്നെ കൊണ്ട്? അതെന്താ നന്ദു നീ അങ്ങനെ ചോദിച്ചേ? നിന്നെ അവിടെ നിന്ന് അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടോണ്ടല്ലേ ഞാനൊന്നും കഴിക്കാണ്ട് അയാളുടെ വായി തോന്നിയെല്ലാം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേ. അപ്പം നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നേ? ഓ, ഇച്ചായം പ്രതികരിച്ചല്ലേ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ആ ചൂട് വെള്ളം എടുത്ത് എൻ്റെ മുഖത്ത് വെച്ചപ്പോൾ എനിക്ക് വേണ്ടി അവിടെ ആരും സംസാരിക്കുന്നത് കണ്ടില്ലല്ലോ, എൻ്റെ ചേച്ചി ഒഴിച്ച്. ഞാൻ ഒരു നിമിഷം എനിക്ക് വേണ്ടി പ്രതികരിക്കുമെന്ന് വിചാരിച്ചത് ഞാനല്ലായിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ. എവിടേക്കോ എപ്പോഴേക്കോ എനിക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുമെന്ന് വിചാരിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഞാനാ തെറ്റ്. എനിക്കറിയാം, നിങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും സുഖങ്ങളും സന്തോഷങ്ങൾക്കും വേണ്ടി മാത്രം എന്നെ വന്നതും എൻ്റെ അടുത്ത് ഇത്രയും ക്ലോസ് ആയിട്ട് പെരുമാറിയതൊക്കെ ഈ വീട്ടിലുള്ളവരെ പോലെ മുത്തച്ഛനെ പോലെ നിങ്ങളുടെ സ്വാർത്ഥന, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, അല്ലാണ്ട് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അതെനിക്ക് മനസ്സിലായി. നന്ദു നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? എടാ, ഞാൻ അവരെ പോലെയൊക്കെ ആണെന്നോ? എനിക്കറിയത്തില്ല. ഞാൻ നിൻ്റെ അടുത്ത് എത്താൻ വേണ്ടി എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന്, നിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാൻ ഈ ഒരു മൂവ്മെൻറ്റിന് വേണ്ടി ഞാൻ എത്രത്തോളം കൊതിച്ചിട്ടുണ്ടെന്ന് നിനക്കന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തുമില്ല. അപ്പം നീ ഇത് എന്തൊക്കെയാ പറയുന്നത്? എടാ, എൻ്റെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? ഞാൻ പ്രതികരിക്കാൻ വന്നപ്പോഴാണ് മൃദുല കയറി സംസാരിച്ചത്. പിന്നെ അവിടുത്തെ അന്തരീക്ഷമേ മാറി. അപ്പോൾ പിന്നെ ഞാൻ മിണ്ടാതിരുന്നതാ. പിന്നെ നീ വിഷമിച്ച് അകത്തോട്ട് വരുന്ന കണ്ടപ്പോഴാണ് ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വന്നത് നിൻ്റെ അടുത്തോട്ട്. അപ്പം നീ ഇതെന്തൊക്കെയാ പറയുന്നത്? ഞാൻ എന്തൊക്കെയാ പറഞ്ഞതെന്ന് വിചാരിച്ചാൽ ഞാൻ കേട്ടതല്ലേ. ഇതെന്ത് പുതിയ നാടകമാണ്? എനിക്ക് കേൾക്കണ വിചാരിച്ചാൽ എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല ലോകത്ത്. ആരെയും. അതൊരു ചെറിയ കാര്യമായിരുന്നല്ലേ നിങ്ങൾക്കൊക്കെ? എത്ര അനുഭവിച്ചെന്നറിയോ? മുത്തശ്ശൻ തല്ലുന്ന എല്ലാം നിന്ന് കൊണ്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാ എനിക്ക് വേണ്ടി സംസാരിക്കാൻ മൃദുലേച്ചല്ലാണ്ട് ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നിയത്. അതപ്പം തന്നെ ഇല്ലാണ്ടാക്കിയില്ലേ ചായ നിങ്ങൾ. ഇനി ചായ എൻ്റെ അടുത്ത് വരരുത് ഒന്നിനും. എന്തെങ്കിലും ജോലിയോ ആവശ്യമോ ഉണ്ടെങ്കിൽ പറ, ഞാൻ ചെയ്തു തരാം. അല്ലാണ്ട് ഇതുപോലുള്ള പഞ്ചാര വർത്താനായിട്ട് എൻ്റെ അടുത്ത് വരരുത്. എനിക്ക് ചായനെ കാണുകയോ വേണ്ട, ഇങ്ങനത്തെ സംസാരം കേൾക്കുകയോ വേണ്ട. ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു, മുമ്പ് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ഇവിടെ നിന്നോളാം. ആരെയൊന്നും ഒന്നും പ്രതീക്ഷിച്ചതാ എൻ്റെ തെറ്റ്. ഇനിയില്ല, ഒന്നുമില്ല. ഞാൻ പോവാ. ദൈവത്തെ ഓർത്ത് ആരെയും ഇങ്ങനെ കുന്നോളം ആശ കൊടുത്ത് പറ്റിക്കരുത് പ്ലീസ്. ഞാൻ താങ്ങിയതുപോലെ ചിലപ്പോൾ മറ്റുള്ളവർ താങ്ങിയത് വരത്തില്ല. നന്ദു, ഓ നേരത്തോടാവോ? പ്രതികരിക്കാൻ വന്നതല്ലേ ഞാൻ. അവനോട് ഇനി എന്ത് കോപ്പ്, അവനെ കൊന്നിട്ടാലും ഞാൻ അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു നോക്കോ. അയാളെ കാരണം എത്ര വർഷമായി. ഓ എന്റെ പൊന്നെ ജെറി, പതുക്കെ അടിച്ച് കേറ്റ്. എത്ര നേരമാണ് ഇവിടെ വന്നിട്ട്? 2 മണിക്കൂർ കഴിഞ്ഞു. പാതിരാത്രി 12 മണി കഴിഞ്ഞ്. എന്താ നിന്റെ പ്രശ്നവും നീ ഇതുവരെ പറഞ്ഞിട്ടില്ല. വെറുതെ ഇരുന്ന് കുടിക്കുക. എടാ, ഇനി കുടിച്ചു കഴിഞ്ഞാൽ നീ ചത്തുവോ? നീ കാര്യം പറ, എന്താടാ? മുത്തശ്ശൻ അവന്റെ മുഖത്ത് വെള്ളമെടുത്ത് വീട്ടിയുള്ളതാണോ?
എടാ അതിനവിടെ കിടക്കുന്ന എല്ലാരും പറഞ്ഞു. ഈ പറഞ്ഞ നീ വരെ പറഞ്ഞിട്ടല്ലേ എറിഞ്ഞു പോയത്. പിന്നെ ഇനി എന്താ പറ്റിയേ? വീട്ടിൽ നിന്ന് വല്ലതും വിളിച്ചോ? കാര്യം പറഞ്ഞിട്ട് അടിക്കടാ. ഓ, കാര്യം അറിയണല്ലേ നിനക്ക്? നീ അറിഞ്ഞ പിന്നെ പുല്ലൻ്റെ മോനെ, നിന്റെ കിളവുണ്ടല്ലോ, ഞാൻ പറയണില്ല. അയാൾ ഒറ്റൊരുത്തും കാരണം എൻ്റെ ചെറുക്ക എൻ്റെ മുഖത്ത് നോക്കി എന്നെ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ കാണിക്കുന്ന എല്ലാം അഭിനയമാന്ന് പറഞ്ഞു. ഞാൻ എല്ലാവരെയും പോലെയാന്ന് പറഞ്ഞു. എൻ്റെ വിശ്വാസമല്ല എന്ന് പറഞ്ഞു. എന്തിനാണെന്നറിയോ? അങ്ങേരെ മുഖത്ത് വെള്ളം എടുത്ത് വിധിയപ്പോൾ ഞാൻ പ്രതികരിക്കാത്തോണ്ട് ഞാൻ എന്ത് ചെയ്തടാ അങ്ങേരോട്? ഞാൻ അവനെ വേണ്ടിയല്ലേ കൺട്രോൾ ചെയ്ത് നിന്നത്, എങ്ങനെയെങ്കിലും അവൻ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം ഞാൻ പ്രതികരിച്ചൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ അത് പറ്റുമോ? അതെന്താടാ അവൻ മനസ്സിലാക്കാത്ത? അവൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞടാ. അവനോട് ഞാൻ അവൻ്റെ അടുത്തിന് ഞാൻ ഒന്നും പറഞ്ഞ് ചെല്ലരുതെന്ന് പറഞ്ഞു. നിനക്കറിയോ, ഞാൻ അവൻ അങ്ങനെയാണോ ഇവിടെ കാണുന്നത്? നീ പറ. അവന് ഒരുപാട് ഇഷ്ടമല്ലേ നിതിനെ? അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ നിതിനെ? നീ പറ. അവൻ അങ്ങനെ പറഞ്ഞ? നീ പോടാ. എന്റെ നന്ദു അങ്ങനെയൊന്നും പറയത്തില്ല. പിന്നെ വാ തുറന്ന് നേരെ ചൊവ്വേ മിണ്ടത്തില്ല. അപ്പോഴാ നിന്നോടാവാ അങ്ങനെയൊക്കെ പറഞ്ഞു. ആ, അത് ശരിയാ. അവൻ വാ തുറന്ന് മിണ്ടത്തില്ല. അത് നിങ്ങളോട്. എന്നോടവ എല്ലാം വാ തുറക്കും. ആ കിളവനെ ഞാൻ കൊല്ലൂടാ, നോക്കിക്കോ. ആ, അതൊരു നല്ല അയ്യോ, നീ അങ്ങനെ ചെയ്യില്ലേ? അതൊക്കെ വലിയ പ്രശ്നവും. എടാ ഞാൻ പറയണേക്ക്. എടാ അവൻ ഇപ്പം ചെറുതായിട്ട് തെറ്റിദ്ധരിച്ച് വെച്ചേക്കുക. നാളെ ഞാനും കൂടെ അവനോട് സംസാരിച്ച് നമുക്ക് കൺവിൻസ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് മറ്റന്നാൾ അവനെയും കൊണ്ട് പോവാടാ. നീ പേടിക്കാണ്ടേ, ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. എടാ അവൻ അവൻ എക്സ്പെക്ട് ചെയ്തത് നീ റിയാക്ട് ചെയ്യുമെന്നായിരുന്നു. അപ്പൊ നീ മിണ്ടാതെ നിന്നപ്പോഴത്തേക്കും അവനത് ഫീലായി. അതിപ്പം അവന്റെ സ്ഥാനത്ത് നീ ആയിരുന്നാലും അങ്ങനെ തന്നെ ആയിരിക്കത്തില്ലേ? അതിന് നീ കുടിച്ച് കള്ളല്ല മടക്കകത്ത് കയറ്റിയിട്ട് ഇങ്ങനെ നടന്ന് ഇവിടെ കടന്ന് നാടകം കളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ അവൻ അറിയുന്നുണ്ടോ? ഇല്ലല്ലോ. എടാ നാളെ ആവട്ടെ, ഞാൻ കൂടെ അവനോട് സംസാരിക്കാം. നിന്റെ സിറ്റുവേഷൻ എന്തായിരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടാ നീ മിണ്ടാതെ നിന്നൊക്കെ ഞാൻ പറയാം. പോരാ. ഞങ്ങൾക്കിടയിൽ നീ ആണെങ്കിൽ പോലും ഒരു മൂന്നാമൻ വരണ്ട. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ സംസാരിക്കാം അവനോട് ഇവിടെ നിന്ന് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ. എനിക്ക് അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എൻ്റെ കൂടെ കൊണ്ടുപോകണം. അവന് ഇനിയും ഇങ്ങനെ മറ്റുള്ളവരുടെ തട്ടിക്കളിക്കുന്നതാണ് എനിക്ക് വയ്യടാ. എടാ അവിടെ ആരെയും പ്രതികരിച്ചോ? എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ എൻ്റെ ചെറുക്കനെ ഉപദ്രവിക്കുമ്പോൾ നിൻ്റെ വീട്ടുകാരിയ്ക്കുന്നത്? ഇനിയില്ല. ഇനി നന്ദുവിനെ ജെറിയുടെ ജെറീൻ്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം നന്ദുവിനെ കരയില്ല. നന്ദുവിനെ കൊണ്ട് ജെറി പോവും ഇവിടെ നിന്ന്, നശിച്ച സ്ഥലത്തുനിന്ന്. നീ വാ, വണ്ടി ഇട്. എനിക്ക് വീട്ടിൽ പോകണം. എനിക്ക് എൻ്റെ നന്ദുവിനെ കാണണം. എനിക്ക് അവനോട് പറയണമല്ല, എനിക്കെല്ലാം പറയണം. എൻ്റെ സാഹചര്യം അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ കാണിച്ചത്, മിണ്ടാ നിന്നൊക്കെ പറയണം. നീ വാ. എന്റെ ദൈവമേ, ഇതൊരു നടക്ക് പോവില്ല. ഇവൻ ഈ കുടിച്ചും കൊണ്ട് അവന്റെ അടുത്തോട്ട് കയറി ചെന്ന ഇത്രയും നേരമായിട്ടും കണ്ടില്ലല്ലോ. പുറത്തോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇനി അവിടെ പോയി ലൈറ്റിട്ട് നോക്കാനും പറ്റത്തില്ല. ആ മുത്തശ്ശൻ അങ്ങനെ എണീറ്റ് വന്ന് തല്ലുകൊള്ളണം. ഞാനിനി അങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ ദേഷ്യത്തിൽ പോയതായിരിക്കുമോ? അങ്ങനെയൊന്നും പോകത്തില്ല. അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. അപ്പോഴത്തെ വിഷമത്തിലും സങ്കടത്തിലും പറഞ്ഞു പോയതാ. എന്നാൽ ഈ ഇച്ചാൻ എവിടെ പോയേ? നിതിനേട്ടനും ഉണ്ടായിരുന്നല്ലോ, അത് എൻ്റെ ഒരു സമാധാനം. പക്ഷെ ഒരു ഫോണ് പോലും ഇല്ല വിളിക്കാനായിട്ട്. മൃദുലേച്ചിയോട് പോയി പറഞ്ഞാലോ നിതിനേട്ടനെ വിളിച്ചു നോക്കാൻ? വേണ്ട, ഞാൻ വിന്നേട്ടനും മൃദുലേച്ചിയും കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. എൻ്റെ ദൈവമേ. ആഹാ, നീ ഇതുവരെ കിടന്നില്ലായിരുന്നോ? എന്താടാ, ഉറക്കം വരുന്നില്ലേ? നിതിനേട്ടാ, അല്ല, ഉറക്കം വരുന്നില്ല. ജെറിച്ചാൻ എവിടെ? ഏട്ടൻ്റെ കൂടെ ആണല്ലോ പുറത്ത് വന്ന്. ഇതുവരെ ആയിട്ടും കണ്ടില്ല. എന്തു പറ്റി?
ഓ അപ്പൊ അതാണ് നിനക്ക് ഉറക്കം വരാത്തതിന്റെ കാര്യം. കൊറേ ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ നിന്റെ ചെറുച്ചായ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ആൾ ഇത്തിരി വീശിയിട്ടുണ്ട്. അതുകൊണ്ട് നിന്നോട് എങ്ങനെയാ എന്തൊക്കെയാ പറയാന്ന് ഒരു പിടിയില്ല. നീ എന്തൊക്കെയോ പറഞ്ഞോണ്ട് ഭയങ്കര വിഷമത്തില. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ നിക്കാൻ നോക്ക് കേട്ടാ. ഇപ്പൊ അതോട്ട് കയറി വരും, പുറത്ത് നിക്കുക. എന്നെ കൊണ്ട് മുൻകൂർ ജാമ്യം എടുപ്പിച്ചിട്ടേ അകത്തോട്ട് വരത്തോളം എന്ന് പറഞ്ഞുകൊണ്ട് ആശം പുറത്ത് നിൽപ്പുണ്ട്. ഞാനിങ്ങോട്ട് പറഞ്ഞുവിടാം. ശരിനാ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കാൻ നോക്ക്. ഞങ്ങൾ പോകുമ്പോ ഞങ്ങളുടെ കൂടെ വരണ്ടേ നിനക്ക്? അതെന്താ നവീൻ ചേട്ടാ അങ്ങനെ പറഞ്ഞേ? അവരോട് പോണ്ടേന്ന് അവർ നീനെ കൊണ്ടുപോവാണോ? ഓ നന്ദു ബേബി, എന്തൊക്കെയുണ്ട് വിശേഷം? നിനക്ക് നിനക്ക് എന്നോട് ദേഷ്യമാണോ ഞാൻ പ്രതികരിക്കാത്തോണ്ട്? ആ കിളവനപ്പം അടിച്ച് കൊന്നിട്ട് വരട്ടെ ബേബി, എന്നാ നീ ഹാപ്പി ആവോ? ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഇത്ര ഓവറല്ലായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വന്ന വഴിയില്ലേ ഞാൻ ഭയങ്കര ഓവറായി ബേബി. സത്യം പറഞ്ഞാൽ എനിക്ക് നീ ഇല്ലാണ്ട് പറ്റത്തില്ല. ഇവനുണ്ടല്ലോ വെളിയിൽ പോയവൻ, അവൻ കുറേ ഫോട്ടോയും കുറേ നിൻ്റെ വീഡിയോയും ഒക്കെ കാണിച്ചു തന്ന് കഴിഞ്ഞ 2-3 വർഷമായിട്ട് എൻ്റെ മനസ്സിൽ മുഴുവൻ നീയാണെന്തോ. നീ മാത്രമേ ഉള്ളൂ. നിന്നോടുള്ള പ്രേമം മൂത്ത് തലയ്ക്ക് പിടിച്ച് സഹിക്കാൻ വയ്യാതായപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ ഇങ്ങോട്ട് വന്ന് അവനെ കൊണ്ടുപോയിക്കോട്ടെ എന്ന്. ഇവിടുത്തെ പ്രശ്നമെല്ലാം അവൻ എന്നോട് പറഞ്ഞു, നിന്നെ ആ പരട്ട തന്തപ്പടി അടിക്കുമെന്നും എല്ലാം. ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ കൊണ്ടുപോവാ, എനിക്ക് അവനെ വേണം, എൻ്റെ മാത്രമായിട്ട് എനിക്ക് വേണം. എൻ്റെ അപ്പനും അമ്മയ്ക്കൊക്കെ നിന്നെ അറിയാം, അവർക്കൊക്കെ നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് കൊണ്ടുവല്ലാന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നീ എന്താ എന്നോടെന്ന് പറഞ്ഞേ? ഞാൻ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത് അവൻ എന്നോട് ഇപ്പം വരരുത്, നിനക്ക് 20 വയസ്സായിട്ടേ വരാവൂ എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ, അങ്ങനെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇത്രയും വെയിറ്റ് ചെയ്ത് ഞാൻ ഇപ്പോൾ വന്നപ്പോൾ നീ എന്താ പറഞ്ഞേ? ഞാൻ അഭിനയിക്കുക, എല്ലാവരെയും പോലെയാണ് ഞാൻ, സ്വാർത്ഥനാ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എന്തൊക്കെയാണ് നീ പറഞ്ഞേ? അപ്പം ഇത്രയും കാലം നിന്നെ സ്നേഹിച്ച് ഞാൻ ആരാ? പൊട്ടനാ? എൻ്റെ ദൈവമേ, ഇത്രയും വർഷമോ? അപ്പം ഇച്ചായനെന്നെ വർഷങ്ങളായിട്ട് ഇഷ്ടമാണോ? അല്ല, അത് മുത്തച്ഛൻ എൻ്റെ മുഖത്ത് ചൂടുവെള്ളം എത്തിയപ്പോൾ ഇച്ചായനൊന്നും മിണ്ടാണ്ട് നിൽക്കുന്നുണ്ടപ്പോൾ എനിക്ക് വിഷമം വന്നിട്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ. എനിക്ക് ഇച്ചായനെ ഒത്തിരി ഇഷ്ടമാണ്. ഇത്രയും നാൾക്ക് ശേഷം എന്നെ ഒരാൾ ഇത്രയും സ്നേഹിക്കുന്ന, അപ്പം അയാളെ വേണ്ടാന്ന് പറയാൻ മാത്രം മണ്ടനൊന്നും അല്ല ഞാൻ. പക്ഷെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാ. സോറി ഇച്ചായ. അനെന്തിനാ ഇച്ചായം പോയി കുടിച്ചതോ? നീ അപ്പോഴത്തെ ദേഷ്യത്തിന് വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞല്ലോ. അപ്പം പിന്നെ ഞാൻ എൻ്റെ അപ്പോഴത്തെ വിഷമത്തിന് എന്ത് ചെയ്യും? നീ പറ, എന്ത് ചെയ്യും? ഞാൻ ആരോട് പോയി പറയും? എനിക്കിങ്ങനെ കരച്ചിലൊന്നും വരത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഇങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നിനക്കെന്നെ ശരിക്കും ഇഷ്ടമാണോ? എനിക്ക് ഇച്ചാൻ ഒത്തിരി ഇഷ്ടമാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇച്ചാൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കണമെന്ന് ഈ 2-3 ദിവസത്തിൽ എപ്പോഴേക്കും ആഗ്രഹിച്ചു പോയി. ഇച്ചായ പ്ലീസ് എന്നെ കൂട്ടാതെ മാത്രം ഇവിടുന്ന് പോവല്ലേ ഇച്ചായ. ഇവിടെ ഉള്ള ആർക്കും എന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. അവരാരും മുത്തശ്ശനെ എതിർക്കത്തില്ല, അവരാരും ഇനി ഒരിക്കലും കുറ്റവും പറയത്തില്ല. അവരൊക്കെ അങ്ങനെയാണ് വളർന്നത്. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ എനിക്ക് വേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇച്ചാൻ എനിക്കൊന്നും പ്രതീക്ഷ ഉണ്ടല്ലോ, അത് കുറച്ചൊന്നുമല്ല. ഇച്ചാൻ ഇനി എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ മരിച്ചു പോവും. അങ്ങനൊന്നും പറയല്ലേ. ഞാൻ നിന്നെ കൊണ്ടുപോകാനാ ഇത്രയും നാളുകൾക്ക് ശേഷം ഇങ്ങോട്ട് വന്നത്. നിന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. നന്ദു ഇല്ലെങ്കിൽ ജെറിയില്ല. ആ അവസ്ഥയിലാണ്, അതിൻ്റെ ഒരു പീക്ക് പോയിന്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്.
എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് നന്ദു, അത്രയ്ക്ക്. കാണാതെ ഞാൻ നിന്നെ ഇത്രത്തോളം പ്രണയിച്ചിട്ടുണ്ട്. അത്രത്തോളം ഞാൻ നിന്നെ കാണാതെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്തുള്ളപ്പോൾ ഞാൻ നിന്നെ എങ്ങനെ സ്നേഹിക്കുന്നു, എങ്ങനെ നോക്കുന്നു നിന്നോട് പറയണ്ടല്ലോ. എനിക്ക് നിന്നെ അത്രയ്ക്ക് വേണം. നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാനും അപ്പനും അമ്മയും നീയും സന്തോഷമായിരിക്കും നമ്മളെ വീട്ടിൽ. ഇവിടുത്തെ പോലെ ഒന്നും നീ ചെയ്യണ്ട. നീ വെറുതെ അവിടെ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി. ലൈഫ് ലോങ് എൻ്റെ പാതിയായിട്ട് ഞാൻ നിന്നെ കൊണ്ടുപോയിക്കോട്ടെ. ഞാൻ ആരാച്ചാൻ്റെ കൂടെ. ഇത് കേട്ടാൽ മതി എനിക്ക്. എന്നാ നമുക്ക് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാം. ഫസ്റ്റ് നൈറ്റാ? ഇച്ചൻ പോയേ, ഇച്ചൻ റൂമിൽ പോയി കിടന്നോ, നമുക്ക് രാവിലെ കാണാം. അതൊന്നും ശരിയാവത്തില്ല, പോയേ. അതെന്താ ശരിയാവത്തെ? അപ്പം നിനക്കെന്നെ ഇഷ്ടമല്ലേ? അതെന്ത് പിന്നെ നീ എന്തെന്നെ? നന്ദു നോക്ക്, ഐ ലവ് യു. എന്നെക്കൊണ്ട് പറ്റൂല നന്ദു. നിന്നെ കണ്ടപ്പോൾ എനിക്ക് പിടിച്ച് തിന്നാനാ തോന്നിയ. ഇനി വയ്യ. ഞാൻ കൺഫ്യൂസ് ചെയ്തില്ലേ. ഇനി നാളെ നിന്നെ ഞാൻ കൊണ്ട് പോവുകയും ചെയ്യും. അത് കഴിഞ്ഞ് നമ്മുടെ കെട്ട്, പിന്നെ വീണ്ടും സെക്കൻഡ് നൈറ്റ്, തേർഡ് നൈറ്റ്, പിന്നെ നമ്മളെ പിള്ളേർ, പിന്നെ നമ്മളെ അപ്പൻ അമ്മ. ഓഫ്, നമ്മൾ ഹാപ്പി ഫാമിലി. അതിൽ കൂടി നിന്നെ എന്ത് വേണം നന്ദു? എൻ്റെ ഇടയിൽ പിന്നെ മുമ്പേ നടന്നെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാവാനാ? എപ്പോഴാണ് നീ എനിക്കുള്ളതല്ലേ ബേബി? അതൊക്കെ ശരിയാ, പക്ഷെ എന്നാലും വേണ്ട. അത് കല്യാണം കഴിഞ്ഞിട്ട് മതി വിചാരിച്ചായ. ഓ, അതെന്താ ഇപ്പം ആയാൽ നിനക്കെന്നെ വിശ്വാസമല്ലേ? ഇജയ അങ്ങനെയല്ല. എനിക്ക് ലോകത്ത് ആരെക്കാളും വിശ്വാസം ഇച്ചാനാ. ഇച്ചാൻ എപ്പോഴും എൻ്റെ കൂടെ കാണുമെന്ന് എനിക്കറിയാം. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ഇച്ചായ. എനിക്കൊന്നും അറിയാത്തോണ്ടാ. അതാണ് ബേബിയുടെ പ്രശ്നം. എന്നാ നീ ഒന്നും ചെയ്യണ്ട, ഞാനല്ലേ ചെയ്തോളാം. എനിക്കെല്ലാം അറിയാം. ഇതിന് ഞാൻ ബികോമും BEdൊക്കെ എടുത്തിട്ടാണ് വന്നേക്കുന്നത്. നീ ഒന്നും ചെയ്യണ്ട. ബിക്കോസ് ഐ നോ എവറിത്തിങ് ആൻഡ് ഐ ലവ് യു സോ മച്ച്. ജയ 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 அன்பை பொழிகிறதே ஆனந்த கீற்றே. படபடனே கை ரெண்டும் சீராட்ட விழுகிறதே நம் தோளில் மாலையே. அன்பை பொழிகிறதே ஆனந்த கீற்றே.
தெய்வம் மறந்து கொடுத்திடாத வரம் எத்தனை கோடியோ அள்ளி கொடுக்க துணிந்த காதல் அதை சொல்வது நீதியோ அந்திப்பதனை மறந்து உறவு நீள நீ வந்தாயே சந்தோஷ ஊற்றே சார சார காற்றே அன்பை பொழிகிறதே ஆனந்த கீற்றே சிலு சிலுன பூந்தென்றல் சூடேற்ற இருளுவை பொன்னூஞ்சலாடுதே குலனே தீவையில் தாலாட்ட மழைமழையில் ஆசை மூழ்குதே கண்டதுமே மின்னொளி മോനെ കുറച്ച് ദിവസം കഴിഞ്ഞ് പോയാൽ പോരെ നിതിനെ. ജെറി 2 ദിവസം കൂടെ നിൽക്കടാ. ഇന്ന് തന്നെ പോണോ? നിങ്ങളോട് നിന്ന് കൊതി പോലും മാറിയിട്ടില്ല. ഇല്ല ആൻറ്റി, ആക്ച്വലി ഞങ്ങൾക്ക് 1 വീക്ക് പോലും ലീവ് ഇല്ലായിരുന്നു. 3 ഡേയ്സാണ് തന്നത്. പിന്നെ ബാക്കിയുള്ള ദിവസം ഞങ്ങൾ കാലും കൈയും പിടിച്ച് വാങ്ങിച്ചതാണ്. ഇത് പിന്നെ ഇങ്ങോട്ട് വരുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ടും അത്യാവശ്യം ആയതുകൊണ്ടാണ്. ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ 3 ഡേയ്സിനകത്ത് തന്നെ പോയേനെ. ആൻഡ് സോറി ആൻറ്റി, ഇനി അടുത്തേനാവാം. അടുത്തേന് എന്തായാലും വരുമ്പോൾ ഞങ്ങൾ 2 ആഴ്ചയെങ്കിലും വന്ന് നിൽക്കാം. ഞങ്ങളല്ല, ഞാൻ വന്ന് നിൽക്കും. എനിവേ ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. എടാ പോയാലോ? ഇറങ്ങടാ. അല്ല, വരാനുള്ള ഒരാൾ വന്നില്ലല്ലോ. ഇവനിത് എവിടെ പോയി? പാക്ക് ചെയ്യാനെന്നും പറഞ്ഞു പോയതാടാ. ഇതുവരെ കാണാനില്ല. ഇല്ല, നിങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഇനി ആരാ വരാനുള്ളേ? വന്നല്ലോ. അപ്പൊ ഇറങ്ങിയല്ലോ നന്ദു. അല്ല, എന്താ ഇതിനെ നന്ദുവിനെ എവിടെ കൊണ്ടുപോവാ? അല്ല, എന്താടാ, എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? ആക്ച്വലി ചേട്ടാ, ഞാനിത് പറയുമ്പോൾ ചേട്ടന് ചിലപ്പോ അറപ്പോ വെറുപ്പോ തമാശയോ അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ മണ്ടന്മാരാക്കിയതായിട്ടൊക്കെ തോന്നാം. നിങ്ങളൊക്കെ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് എന്നോട് പറയുന്ന കാര്യമാണ് ജെറിയെ കൊണ്ടുപോകാന്ന്. നിങ്ങൾക്കറിയാം, ഞാനും ജെറിയും തമ്മിൽ ഭയങ്കര ആത്മബന്ധമാണ്. ഞാൻ ചെന്നപ്പോൾ തൊട്ടുള്ള എൻ്റെ ഒരു കമ്പനിയാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ, എൻ്റെ കൂടെ പറപ്പാ. ചേട്ടൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയവൻ എനിക്ക്. ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, നന്ദുവായിട്ട് ഞാൻ പേഴ്സണലി ഭയങ്കര അറ്റാച്ച്ഡാണ്. അത് കുഞ്ഞിനെ മുതലേ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം മൃദുലയാണ്. മൃദുലേച്ചി ചേച്ചി ഇവിടെ ഉള്ള ധൈര്യത്തിന് ഞാൻ മാറി നിൽക്കുന്നത്. നന്ദുവിന് എന്തെങ്കിലും വന്നാൽ ഞാൻ ഓപ്പണായിട്ട് പറയാം. മൃദുലേച്ചി അതിൽ പ്രതികരിച്ചിരിക്കും. പക്ഷെ എൻ്റെ വീട്ടിലുള്ള ചേട്ടൻ ഉൾപ്പെടെ എൻ്റെ അമ്മേനെയും അച്ഛനെയും പോലും എനിക്ക് ആ കാര്യത്തിൽ വിശ്വാസമില്ല. മൃദുലേച്ചി വന്നതിന് ശേഷമാണ് ഞാൻ സമാധാനമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുള്ളത്. എതിർത്ത് 2 വാക്ക് പറയാനെങ്കിലും വീട്ടിൽ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിട്ടുള്ളത് മൃദുലേച്ചി വന്നതിന് ശേഷം. ആൻഡ് താങ്ക് യു സോ മച്ച് ചേച്ചി. ഇത്രയും കാലം ഇവന് വേണ്ടി സംസാരിച്ചതിന്, ഇവന് വേണ്ടി എല്ലാത്തിനും നിന്നതിന്, ഇവന് വേണ്ടി എതിർത്തതിന്, ഇവന് വേണ്ടി ഈ വീട്ടിലെ പലരുടെയും വെറുപ്പ് വാങ്ങിച്ചു കൂട്ടിയതിന്. പക്ഷെ ഇനി അത് വേണ്ടി വരില്ല ചേച്ചി. ഇനി എന്ത് വേണ്ടി വരില്ലെന്ന്? ശരിയാ, ഞങ്ങളൊക്കെ ഒരുതരം മാനസികാവസ്ഥയിലാണ്. അവന് അച്ഛൻ ഓരോന്ന് പറയുമ്പോ അത് അച്ഛനാടാ, ഇവന്റെ മുത്തശ്ശനാ. ഈ പറയുന്ന നിനക്കും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ലേ? എങ്ങനെയാടാ അച്ഛൻ നിൽക്കേ പറയാം, അച്ഛനായി പോയില്ലേ? എന്ത് ചെയ്യാനാ? എന്ന് വെച്ച് കൊച്ചിനെ നീ അവിടെ കൊണ്ടുപോവാ?
എടാ അതെന്റെ മോനാടാ, നിന്നെയൊക്കെ പോലെ ഞാൻ അതിനെയൊക്കെ കണ്ടത്. ആയിക്കോട്ടെ, എനിക്കറിയാം അങ്കിൾ. ഈ നിൽക്കുന്ന മുത്തശ്ശനൊഴിച്ച് ഈ വീട്ടിലെ എല്ലാവർക്കും അവനെ ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ എനിക്കും അവനെ ഇഷ്ടമാണ് ഒരുപാട്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു അനിയനോടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കും പോലത്തെ ഒരു സ്നേഹമല്ല. കേൾക്കുമ്പോൾ ചിലപ്പോൾ അറപ്പായിട്ടൊക്കെ തോന്നാം. എന്നാലും പറയാം, എനിക്കവനെ ഇഷ്ടമാണ്. അതായത് എനിക്കവനോട് പ്രണയമാണ്. നിങ്ങളുടെ ചിന്താഗതി എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങളിൽ നിൽക്കുന്ന മോനുണ്ടല്ലോ നിതിൻ, ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഇവനെക്കുറിച്ച് പറഞ്ഞ് 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 എപ്പോഴേക്കോ എനിക്ക് തന്നെ അറിയില്ല. ഇപ്പോൾ ഇവനില്ലാതെ എന്നെ കൊണ്ട് ഒക്കത്തില്ല. ഞാൻ എന്താ ഇങ്ങോട്ട് വരാതിരുന്നതെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവനെയും കൊണ്ടേ പോകത്തുള്ളൂ. അതാ വരാതിരുന്നത്. ആൻഡ് നൗ ഞാൻ വന്നത് അവനെ കൊണ്ടുപോകാനാണ്. എൻ്റെ അപ്പനും അമ്മയ്ക്കൊക്കെ അറിയാം, അവർക്കൊക്കെ അവനെ ഒത്തിരി ഇഷ്ടമാണ്. ഇനിയും ഇപ്പം നിങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് ഞാനവനെ ഇവിടെ ആക്കിയിട്ട് പോയാൽ വീണ്ടും പഴയതുപോലെയൊക്കെ തന്നെ ആയിരിക്കത്തില്ലേ? നിങ്ങൾക്ക് ഒരിക്കലും ഈ നിൽക്കുന്ന മുത്തശ്ശനെ എതിർക്കാൻ പറ്റത്തില്ല. അങ്കിള് പറഞ്ഞതുപോലെ ഇത് അങ്കിളുടെ അച്ഛനാണ്, ഇത് നവീൻ്റെ മുത്തശ്ശനാണ്. മൃദുലയ്ക്ക് പറ്റുമായിരിക്കും, കാരണം അവൾക്ക് നന്ദുവിനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അവളുടെ അനിയനാണ് നന്ദു. പക്ഷെ നിങ്ങൾക്കെല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ അല്ലേ? പക്ഷെ എനിക്കത് നോക്കേണ്ട ആവശ്യമില്ല. നന്ദുവിന് എൻ്റെ കൂടെ വരാൻ ഇഷ്ടമാണ്, കാരണം അവനും എന്നെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ലോകത്ത് ആരെയും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങളോട് എനിക്കുള്ള എൻ്റെ ബഹുമാനവും സ്നേഹവും കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ നന്ദുവിനെ കൊണ്ടുപോകാം അങ്കിൾ. എനിക്കറിയാം നിങ്ങൾക്ക് വിഷമമുണ്ടാവും, പക്ഷേ എന്തുകൊണ്ടും അതല്ലേ നല്ലത്. അവൻ്റെ സന്തോഷമല്ലേ എല്ലാവർക്കും വലുത്. മുത്തശ്ശനൊരികെ ബാക്കി എല്ലാവർക്കും നന്ദു ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ എതിർക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല ജെറിമോനെ, കൊച്ചിവിടെ നിന്നോട്ടെ. ഇത് ഞാൻ തരുന്ന വാക്കാ. ഇനി ഈ വീട്ടിൽ ആരും അവനെ ഒന്നും പറയത്തില്ലടാ. അമ്മേ, എന്തിനാ അമ്മ ഈ പാലിക്കാൻ പറ്റാത്ത വാക്കൊക്കെ കൊടുക്കുന്നേ? അമ്മ ഒരിക്കലും മുത്തശ്ശനെ എതിർക്കത്തില്ല എന്ന് എനിക്കറിയാം. അച്ഛനും നവീനേട്ടനായാലും നിതിനായാലും ആരും. ആൻഡ് അമ്മ എന്നെ നോക്കിക്കേ, അവനൊരു കുഴപ്പമില്ല. നന്ദു ഹാപ്പി ആയിരിക്കും ജെറിയുടെ കൂടെ. അവൻ്റെ ഇഷ്ടമല്ലേ നമ്മുടെ ഇഷ്ടം. അവൻ പോട്ടെ അമ്മ. അങ്ങനെയെങ്കിലും അവൻ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ. അവൻ എവിടെ ആയിരുന്നാലും ഹാപ്പി ആയിട്ടിരുന്നാ പോരെ അമ്മേ? ഇതൊക്കെ നിങ്ങൾ തന്നെ അങ്ങോട്ടേക്ക് തീരുമാനിച്ചാൽ മതിയോ? ഞാനാ അവനെ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നത്. അപ്പം ഞാൻ തീരുമാനിക്കും അവൻ ഇവിടെ കിടക്കണോ അതോ അവനെ വേറെ ആരോടും കൂടെ വിടണമെന്ന്. പിന്നെ ജെറിയോട് അവന്റെ പെൺപിള്ളേരെയും പോയി കെട്ടി കഴപ്പ് തീർക്കണം. അല്ലാതെ ഏതെങ്കിലും വീട്ടിൽ വേലക്കേക്കുന്ന ചെറുക്കന്മാരെ വളച്ചെടുക്കാൻ നോക്കരുത്. അച്ഛാ, എന്തൊക്കെയാ വിളിച്ചു പോയി പറയുന്നേ? ഒരുപാടായി ക്ഷമിക്കുന്നു. അച്ഛനാണെന്നുള്ളത് ഇതൊന്നും എന്നെ കൊണ്ട് മറക്കിപ്പിക്കരുത്. അവന് പോവാൻ ഇഷ്ടമാണെങ്കിൽ അവൻ പോവും. കുറെ ആയാലും ഇവിടെയിട്ട് അടിമപ്പണി ചെയ്യിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഇനി അത് വേണ്ട. സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിവും അതിനുള്ള ആയുസും അതിനുള്ള ആരോഗ്യം ദൈവം അച്ഛൻ ഇട്ടി തന്നിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ കാര്യമൊന്നും ഏതായാലും അവൻ ചെയ്യുന്നില്ല. പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ ഇവിടെ ആവശ്യത്തിലേറെ പണിക്കാരും ഉണ്ട്. അച്ഛന്ന് വിളിച്ച വാവുകൊണ്ട് എന്നെ വേറൊന്നും വിളിപ്പിക്കരുത്. അച്ഛൻ്റെ ആട്ടത്തിൻ്റെ തുള്ളി തുള്ളി മടുത്തു. ഞങ്ങൾക്കും ഉണ്ട് ഞങ്ങളുടേതായ അഭിപ്രായങ്ങളും സ്വാതന്ത്ര്യങ്ങളും. അതച്ഛൻ മറക്കരുത്. ജെറി, നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കുക. അത് മാത്രമല്ലാണ്ട് എനിക്ക് നിന്നെ അറിയുകയും ചെയ്യാം. നീ കൊണ്ടുവയ്ക്കോ. അവനെങ്കിലും അടിമയല്ലാണ്ട് ഇനിയെങ്കിലും ജീവിച്ചോട്ടെ. ചെല്ല്. താങ്ക് യു അങ്കിൾ, താങ്ക് യു സോ മച്ച് എന്നെ മനസ്സിലാക്കിയത്. പിന്നെ ഈ മുത്തശ്ശൻ്റെ വായിന്ന് ഇതൊക്കെ വരത്തുള്ളൂന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് അയാൾ പറഞ്ഞതിനൊന്നും എനിക്ക് സങ്കടമില്ല അങ്കിളെ. അങ്കിളുടെ അച്ഛനാ. പക്ഷേ ഐ എം സോറി ഫോർ ദീസ്. അറപ്പാ, വെറുപ്പാ നിങ്ങളോട്. ഒരിത്തിരി പോകുന്ന പയ്യനെ കഴിഞ്ഞു. ഇനിയില്ല അവ ഇവിടെ.
അമ്മ, അനു ആൻറ്റി, എനിക്കറിയാം ആൻറ്റിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. മൃദുലയ്ക്കും നവീനും എല്ലാവർക്കും. ഞാനവനെ നിങ്ങളെ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് പോകുന്നതൊന്നുമല്ല. നിങ്ങൾക്ക് എപ്പോൾ ഇവനെ കാണണമെന്ന് തോന്നിയാലും അങ്ങ് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലോട്ട് വന്നാൽ മതി. അവിടെ ഞാനും എവനും എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എല്ലാവരും അവിടെ കാണും. എത്ര ദിവസം വേണോ നിൽക്കാം, എത്ര ദിവസം വേണോ ഇവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാം, എന്തോ ആവാം. അതിനൊന്നിനും ഞാൻ എതിരല്ല. ഇനി നിങ്ങൾക്ക് വരാൻ ഒക്കില്ല വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളാം. അതാരെയും വായിരിക്കുന്ന കേൾക്കാനോ വേദനിപ്പിക്കാനോ അല്ല, നിങ്ങളെയൊക്കെ കാണാൻ, നിങ്ങളെയൊക്കെ കൂടെ നിൽക്കാൻ. അപ്പോൾ ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. നന്ദു വാ. അച്ഛാ പോട്ടെ. അമ്മ, മൃദുലേച്ചി, താങ്ക് യു. നീ എനിക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടു. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് ചേച്ചി, ഒത്തിരി. അച്ഛനും അമ്മേനെയൊക്കെ, എൻ്റെ നവീനായിട്ടാണ്. എനിക്ക് വേണ്ടി ചേച്ചിയുടെ വായിരിക്കുന്ന എന്നും കേൾക്കുമായിരുന്നു. മക്കളെ പേടിക്കൊന്നും വേണ്ട. ചായൻ എന്നെ പൊന്നോളെ നോക്കും. ഭയങ്കര ഹാപ്പിയാണ് ഇച്ചായൻ്റെ കൂടെ ഉള്ള ഓരോ സെക്കൻഡും. എനിക്ക് നിങ്ങളെ കാണണമെന്ന് തോന്നിയാൽ ഞാൻ ഓടി വരും. എന്നോട് മിണ്ടാണ്ടൊന്നും ഇരിക്കരുതാരും. പിന്നെ മുത്തശ്ശനോട് എനിക്ക് ഒരു ദേഷ്യമില്ല. അവർക്കൊക്കെ ദേഷ്യം എന്താ, എന്നെ ഉപദ്രവിച്ചോണ്ടല്ലേ. എനിക്കൊരു ദേഷ്യമില്ല. വഴിയെ കിടന്ന് ചത്തുപോവാണ്ട് എന്നെ ഇത്രയും നോക്കിയില്ലേ. ചിലർ മൈൻഡ് ആക്കാണ്ട് പോകത്തില്ലേ. പക്ഷെ മുത്തശ്ശന് എവിടേക്കോ വലിയ മനസ്സുള്ളതുകൊണ്ടല്ലേ എന്നെ എടുത്തോണ്ട് വന്ന് വളർത്തിയതും നോക്കിയതും ഒക്കെ. അതുകൊണ്ട് എനിക്ക് മുത്തശ്ശനെ ഒത്തിരി ഇഷ്ടമാണ്. ആരൊക്കെ വരുത്താലും മുത്തശ്ശനെ ഞാൻ ഒരിക്കലും വെറുക്കൂല. എന്നെ ഇനി എത്രയൊക്കെ തല്ലിയാലും വെറുക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടം എൻ്റെ ചെറിച്ചാനെയാണ്. എനിക്ക് ചാൻ്റെ കൂടെ ജീവിക്കണം. അതുകൊണ്ടാണ് പോകുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളെയൊന്നും വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. ചെറുക്ക, വെറുതെ കരഞ്ഞ് കൊളവാക്കാണ്ട് വരാൻ നോക്ക്. വാ, ഞങ്ങൾക്കറിയാടാ നിനക്ക് മുത്തശ്ശന് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇതെൻ്റെ ജെറിക്ക് വേണ്ടിയിട്ടാണ്. അവൻ അത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അത്രത്തോളം നിന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ അല്ലേടാ? വാ വാ വാ, ഇറങ്ങാം. ട്രെയിനിന് സമയമായി. ഇനി ഇവിടെ കരഞ്ഞ് ഡ്രാമ കളിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ട്രെയിനിന്റെ പാട്ടിനങ്ങ് പോവും. പിന്നെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ലേ അമ്മ? അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഒരു മഴ പെയ്ത് തോന്നുന്ന സുഖമുണ്ട് എനിക്കിപ്പോ. എന്തൊക്കെയോ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്ത പോലെ തോന്നുന്നത്. എന്നാ ഞാൻ ഇറങ്ങുക. അടുത്ത ആഴ്ച ലീവ് കിട്ടുവാണെങ്കിൽ വരാം, ഇല്ലെങ്കിൽ എന്നെ പ്രതീക്ഷിക്കേണ്ട ആരും. അപ്പൊ പോട്ടെ അച്ഛാ, പോട്ടെ മൃദുലേച്ചി. ഏട്ടാ എന്നാ ഞാൻ ഇറങ്ങാം. പോയിട്ടാ മക്കളെ, ഹാപ്പി ആയിട്ടിരിക്കും. പ്രണയം മനോഹരമായ ഒരു അനുഭൂതിയാണല്ലേ. പ്രണയം കൂടുതൽ മനോഹരമാക്കുന്നത് ഒരാൾ അറിയാതെ മറ്റൊരാളെ പ്രണയിക്കുമ്പോഴാണ്. വെറും ഫോട്ടോ മാത്രം കണ്ട് അവനെ കുറിച്ച് തന്റെ കൂട്ടുകാരിൽ നിന്നും അറിഞ്ഞപ്പോൾ ആദ്യമൊക്കെ കൗതുകമായിരുന്നു. പിന്നെ എപ്പോഴോ അവന്റെ മനസ്സിൽ അവൻ പോലും അറിയാതെ ആ പ്രണയം എന്ന മായാവലയം പെയ്തു. ഇന്ന് ഈ ഭൂമിയിൽ ആ പ്രണയത്തെ അവനേക്കാൾ ആരും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അവന്റെ ഹൃദയം അടിമപ്പെട്ടു പോയിരുന്നത് ആ നിഷ്കളങ്കമായ കണ്ണുകളിലായിരുന്നു. അതിലെന്തോ മായാജാലമുണ്ട്. അവന് തന്റെ ശക്തി ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്ന പോലെയാണ് തോന്നിയത്. വിട്ടുകൊടുക്കലാണ് പ്രണയമെന്ന് ചിലർ പറയുമ്പോൾ അവൻ തന്റെ പ്രണയത്തെ നേടിയെടുക്കുകയാണ് ചെയ്തത്. അവന്റെ മനസ്സ് പലപ്പോഴും അവനോട് പറയുമായിരുന്നു, നിന്റെ സ്വന്തമാണ്, നിന്റെ മാത്രമാണ്. കുറുകുറുകുറുകുറുകുറുകി കൂടുമൊരുക്കി കൂട്ടുവിളിക്കുന്നേ മാരൻ നിന്നെ കൂകി കുറുകി കൂട്ടുവിളിക്കുന്നേ. കൊക്കുരുകുറുകുറുകൂവിക്കുറുകി കുന്നിമരത്തേൽ ഉയല്ലാടി കൂടുമൊരുക്കി കൂട്ടുവിളിക്കുന്നേ മാരൻ നിന്നെ കൂകി കുറുകി കൂട്ടുവിളിക്കുന്നേ. തങ്കക്കൊലുസല്ലേ കുറുകും കുയിലല്ലേ മാരനുമയിലല്ലേ.
തങ്ക കൊലുസല്ലേ കുറുകും കുയിലല്ലേ മാരനുമയിലല്ലേ ജിയ ജലേ ജാ ജലേ നैनो तले धुआं चले रात भर धुआं चले जानू ना सके जिया जले जा जले പലപ്പോഴും പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ഒരിക്കലും അവനൊരു തണലാവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അവന്റെ ദുഃഖങ്ങൾ മാറി നിന്ന് കാണാൻ മാത്രമായിരുന്നു അവർ നിയോഗപ്പെട്ടിരുന്നത്. പലപ്പോഴും അവരുടെ മനസ്സുകൾ അലറി പറഞ്ഞിരുന്നു, അരുത്, അതും ഒരു മനുഷ്യജീവനാണ്. ശരീരത്തിലേൽക്കുന്ന മുറിവിനേക്കാളും മനസ്സിലേൽക്കുന്ന മുറിവായിരുന്നു അവനെ നേരെ പുകച്ചിരുന്നത്. അതിനൊരു മറുമരുന്ന് അവൾ മാത്രമായിരുന്നു. സ്വന്തം ചോരയല്ലെങ്കിലും കൂടെ പിറപ്പായി മാറിയവൾ, അവന് വേണ്ടി ശബ്ദമുയർത്തിയവൾ. അവന്റെ സന്തോഷം അവളുടേതുമായിരുന്നു. ഹൃദയം കൊണ്ട് തന്റെ സഹോദരിയായവൾ, അയാളുടെ ചുട്ടുപൊള്ളുന്ന ക്രൂരതകൾക്ക് അവന് താങ്ങായവൾ. ജീവിതം അതങ്ങനെയാണ്. ചിലപ്പോ ഒരുപാട് സങ്കടങ്ങൾ നൽകുമെങ്കിലും ചിലരുടെ കടന്നുവരവ് പിന്നീട് അങ്ങോട്ട് ആ ജീവിതത്തെ തന്നെ സന്തോഷപൂർണ്ണമാക്കും. ഈ വിഷമത്തിനിടയിലും അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇനി അങ്ങോട്ട് തന്റെ ജീവിതം മാറാൻ പോകുന്നുവെന്ന്.